പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എല്ലാവർക്കും അവരുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ധന്യവാദ് ഈശോ. കർത്താവേ, ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. പിതാവേ, അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം, അങ്ങയുടെ കരുണയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. Amgaego-senna, tu rajavon ka ye raja, teri mahima hove sada, tu hai prabhu hamara खुदा. Amgaego-senna, तू राजाओं का हे राजा, तेरी महिमा होवे सदा, तू है प्रभु हमारा खुदा. प्यारे पिता, तूने हमसे कितना प्यार किया, हमें पापों से छुड़ाने को अपने बेटे को कुर्बान किया. प्यारे पिता, तूने हमसे इतना प्यार किया, हमें पापों से छुड़ाने को अपने बेटे को कुर्बान किया. हम गाएगो-सेना, तू राजाओं का ये राजा, तेरी महिमा होवे सदा, तू ही प्रभु हमारा खुदा. हम गाएगो-सेना, तू राजाओं का ये राजा, तेरी महिमा होवे सदा, तू है प्रभु हमारा खुदा. तू है प्रभु हमारा खुदा. ധന്യവാദ് യേശു. കർത്താവേ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പിതാവേ, മനോഹരമായ സമയത്തിനായി സ്തോത്രം. അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നൽകി തന്ന് മക്കളും അവകാശികളുമാക്കി ഞങ്ങളെ തെരഞ്ഞെടുത്തല്ലോ. അപ്പന്റെ തെരഞ്ഞെടുപ്പിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. പിതാവേ, ഇന്നീ കർത്തൃ ദിവസത്തിന്റെ പകൽക്കാലം അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്ന് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിപ്പാനുമായി ഒരവസരം ഒരുക്കി തന്നല്ലോ. അപ്പന്റെ കരുണയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവേ, ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഞങ്ങളിൽ വെളിപ്പെടുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സഭയ്ക്കായി അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവേ, ഈ ദേശത്ത് കർത്താവേ ഇപ്രകാരം ഒരു സഭയെ അവിടെ എഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവേ, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കൃപ കൂടെ ഇരുന്ന് നാളുതോറും നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ദേശത്തിന്റെ മേലോ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമേ, പരിശുദ്ധാത്മാവിന്റെ മഹത്വം വെളിപ്പെടണമേ. ആമേൻ, ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. ദേശത്ത് വാഴുന്ന ദുരാത്മ ബന്ധനങ്ങൾ, അന്ധകാര ശക്തികൾ, ദേശസഭയ്ക്കെതിരായി, ദൈവിക പ്രവർത്തനങ്ങൾക്കെതിരായി, ദൈവമക്കൾക്കെതിരായി, ആത്മാവിന്റെ വിടുതലുകൾക്കെതിരായി ശത്രു ഉയർത്തിക്കൊണ്ടുവരുന്ന സകല വെല്ലുവിളികളുടെ ദുരാത്മ മണ്ഡലങ്ങളെ നസറായനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അതിന്റെ മേൽ ഞങ്ങൾ ജയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ലെന്നുള്ള വാഗ്ദത്തം ഞങ്ങൾക്കുള്ളത് കൊണ്ട് വാഗ്ദത്തത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ആത്മാക്കളെ വിട്ടുതരുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. ദേശത്തിന് മേലെ ദേശാധിപതി ബന്ധനങ്ങള് ആമേ ജനത്തെ കഷ്ടതയിലേക്ക് നയിക്കുന്ന, ജനത്തെ ഹല്ലേലൂയ അന്ധകാരത്തിലേക്ക് വലിച്ചൊഴിക്കുന്ന ദുരാത്മ മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ
ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം അതിന്മേൽ ജയമെടുത്തതിനായി സ്തോത്രം. വചനത്തിന്റെ വെളിപ്പാടിന്റെ തലങ്ങൾ പുറത്തു വരട്ടെ. ഈ സഭയോടുള്ള ബന്ധത്തിലുള്ള സകല വാഗ്ദത്തങ്ങളും യേശുവിന്റെ നാമത്തിൽ ഈ വർഷം അത് പൂർത്തീകരിക്കുവാനാകട്ടെ. ദൈവ മഹത്വം സഭയിലൂടെ ദേശത്ത് വെളിപ്പെടട്ടെ പിതാവേ. യേശുവിന്റെ നാമത്തിൽ ആമേ ദൈവ മഹത്വത്തിനെതിരായി, ദൈവത്തിന്റെ പദ്ധതികൾക്കെതിരായി, ദൈവിക മക്കൾക്ക് അനുഭവിക്കേണ്ട ആത്മീയ നന്മകൾക്കെതിരായി, ഭൗതിക നന്മകൾക്കെതിരായി, ആത്മീയ അനുഗ്രഹങ്ങൾക്കെതിരായി ശത്രു ഉയർത്തിക്കൊണ്ടുവരുന്ന സകല പോർവിളികളെയും വെല്ലുവിളികളെയും കാൽവരിയിൽ ജയോത്സവം കൊണ്ടാടിയ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിന് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ഇവിടെ അടക്കി വാഴുന്ന, ഇവിടെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദുരാത്മ മണ്ഡലങ്ങൾ ഈ ദേശത്ത് നിന്ന് ഈ സഭയ്ക്കെതിരായി ആമേ വിട്ടുമാറുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. ആത്മാക്കളെ എഴുന്നേൽപ്പിക്കണമേ, ആത്മാക്കളെ കൂട്ടം കൂട്ടമായി സഭയിലേക്ക് വരുത്തണമേ. ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടണമേ. ദൈവത്തിന്റെ തീയുടെ സാന്നിധ്യം, അഭിഷേകത്തിന്റെ ശക്തി ഈ സഭയിലൂടെ ദേശത്ത് വെളിപ്പെടുവാൻ ആമേ പ്രാർത്ഥിക്കുന്നവന്റെ കരത്തിലൂടെ ദൈവത്തിന്റെ മഹത്വം ദേശത്ത് വെളിപ്പെടുമല്ലോ. ദേശത്തിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി ഈ നാളുകളിൽ കാണുവാൻ ഇടവരുത്തണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു പിതാവേ. പരിശുദ്ധാത്മാവിന്റെ വളരെ ശക്തമായ പ്രവൃത്തി ഈ സഭയിൽ വെളിപ്പെട്ടു വരട്ടെ. കൃപാവരങ്ങളാൽ ഈ സഭ നിറഞ്ഞു വരട്ടെ. ആത്മീയ ശുശ്രൂഷകളാൽ ഈ സഭ അഭിവൃദ്ധി പ്രാപിക്കട്ടെ. അപ്പോസ്തലന്മാർ എഴുന്നേൽക്കട്ടെ, പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ, ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കട്ടെ, ഉപദേശകന്മാർ എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കൃപാവരങ്ങളുടെ ശുശ്രൂഷകൾ സഭയിലൂടെ പുറത്തു വരട്ടെ. അതിനെതിരായി ഉയർന്നു നിൽക്കുന്ന സകല ഉയർച്ചകളെയും കാൽവരി ക്രൂശിൽ ജയമേറ്റിരിക്കുന്ന പുണ്യാക രക്തത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു പിതാവേ. സഭയുടെ മഹത്വം വീണ്ടെടുക്കട്ടെ. സഭയിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമേ. ദൈവത്തിന്റെ മഹത്വം ഈ സഭയിലൂടെ പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇന്നവരെയും നിവർത്തിക്കാതെ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ ഇന്ന് പകൽക്കാലം അത് പൊങ്ങി വരട്ടെ. ആമേൻ. ആഴത്തിൽ താഴ്ന്നുപോയ കോടാലിയെ ഒരു കമ്പുകൊണ്ട് പൊക്കി വരുത്തിയതുപോലെ പരിശുദ്ധാത്മാവ് ആമേൻ ഈ നാളുകളിലുള്ള വാഗ്ദത്തങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഉയർന്നു വരുവാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിന് ആമേ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അതിന്റെ ആത്മാവിന്റെ നിറവിൽ അത് വെളിപ്പെട്ടു വരട്ടെ. ഇവിടെ ഒരു സഭ ഉണ്ടെന്ന് ഈ പട്ടണം തിരിച്ചറിയട്ടെ. അമ്മേ അന്ധകാര മണ്ഡലങ്ങൾ അത് തിരിച്ചറിയട്ടെ. ജീവിക്കുന്ന സഭയുടെ മഹത്വം ദേശത്ത് വെളിപ്പെട്ടു വരട്ടെ. ആത്മാവിന്റെ ശക്തി വെളിപ്പെടട്ടെ. അഭിഷേകത്തിന്റെ നിറവ് വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ദൈവ മക്കൾ മുന്നേറുവാൻ ഇടവരുത്തണമേ. അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇന്ന് പകലിൽ സഭയിലൂടെ പുറത്തു വന്ന അത് അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു പിതാവേ. അവൻ സഭയുടെ വളർച്ച യേശുവിന്റെ നാമത്തിൽ അത് ഏറ്റവും ഉയരത്തിലേക്ക് മാറട്ടെ പിതാവേ. പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടതിനായി നന്ദി പറയുന്നു. ക്രൂശിൽ മറിയുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. വിശ്വസിക്കുന്നവരെല്ലാം കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ വർഗീസ് പാസ്റ്ററും കുടുംബവും അതുപോലെ സഭയിലായിരിക്കുന്ന മറ്റ് ശ്രേഷ്ഠ ശുശ്രൂഷകന്മാരും സഹവിശ്വാസികളും എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ സഭയിൽ ആദ്യമായിട്ടാണ് കടന്നു വരുന്നത്. ഞാൻ കടന്നു വരുന്നതിൻ്റെ താല്പര്യം കർത്താസൻ ഓർപ്പിച്ചല്ലോ. ഞങ്ങളിങ്ങനെ ചെറിയൊരു ട്രീറ്റ്മെൻറ്റിനുള്ള ബന്ധത്തിൽ കടന്നു വന്നതാണ്. ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ മഹത്വം ഈ ദിവസങ്ങളിലായി വെളിപ്പെടട്ടെ.
ഇന്ന് ഈ പകൽക്കാലം എനിക്കും എൻ്റെ കുടുംബത്തോടും വൈഫിൻ്റെ ചേച്ചിയോടും ഒരുമിച്ച് ഇപ്രകാരം ഒരു കൂട്ടായ്മ ദൈവം നൽകി തന്നു. ദൈവത്തിനായി ഞാൻ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. വിശേഷ ചേച്ചിയോർത്ത് പ്രാർത്ഥിക്കണം. കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. സഭ വിശേഷാൽ ചേച്ചിയോർത്ത് പ്രാർത്ഥിക്കണം. ദൈവപ്രവൃത്തി ഈ നാളുകളായി വെളിപ്പെടുവാൻ ഇടവരുത്തട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഈ നാളുകളായി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദേശം കാണും. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് വിശ്വസിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം ഒരു സഭയെ ദേശത്ത് നിർത്തിയിരിക്കുന്ന ഒരു ഉദ്ദേശം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനാ. ഹല്ലേലൂയ. ആമേൻ. ഇവാൻ റോബർട്ട്സ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ വെയിൽസിന്റെ ഉണർവിനു വേണ്ടി 12 ദീർഘവർഷങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: കർത്താവേ, എൻ്റെ സഭയെ മുട്ടിന്മേൽ നിർത്തി എൻ്റെ ദേശത്തെ അനുഗ്രഹിക്കണമേ എന്ന്. അദ്ദേഹം പ്രാർത്ഥിച്ചതെന്താ? കർത്താവേ, എൻ്റെ സഭയെ മുട്ടിന്മേൽ നിർത്തി എൻ്റെ ദേശത്തെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വെളിപ്പെട്ട് കിട്ടി. ദേശത്തിന്റെ അനുഗ്രഹം പ്രാർത്ഥിക്കുന്ന ദൈവസഭയുടെ കരത്തിലാ. എത്ര പേര് വിശ്വസിക്കുന്നു? ആമേൻ. നാം ഇവിടെ വെറുതെ കടന്നു വന്ന് കൈയടിച്ച് കുറച്ച് അന്യഭാഷയും സ്തോത്രവും പറഞ്ഞു പോകുന്നവരല്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഒരു ദേശത്തെ തിരിക്കുവാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ദേശത്തിന്റെ മേല് ആമേൻ കഴിഞ്ഞ നാളുകളിൽ വലിയൊരു ഉണർവിന് കാരണക്കാരായത്. ആമേൻ. വെയിൽസിലെ ഉണർവിന് കാരണക്കാരൻ ഇവാൻ റോബർട്ട്സ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ പ്രാർത്ഥിച്ചു. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കുവാൻ ജനങ്ങൾ തയ്യാറായാൽ ആമേൻ, നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീരും. ദേശത്തിന്റെ അനുഗ്രഹം ഇവിടെ ഭരണാധികാരി ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല, എന്നാൽ ദേശത്തിന്റെ അനുഗ്രഹം ഇരിക്കുന്നത് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന്റെ കരത്തിലാണ്. നാം പ്രാർത്ഥിക്കുവാൻ സന്നദ്ധരായാൽ ദൈവത്തിന്റെ മഹത്വം ദേശത്ത് വെളിപ്പെടും. ഹല്ലേലൂയ. ഈ സഭയെ ദൈവം ഇവിടെ നിർത്തിയിരിക്കുന്നത് ഈ ദേശത്തിനൊരു അനുഗ്രഹമായി മാറണം. ആമേ. സഭയ്ക്ക് അതിൻ്റെതായ ഒരു മഹത്വമുണ്ട്. സഭയ്ക്ക് അതിൻ്റെതായ ഒരു പദവിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേ. സഭ മുതൽ മുടക്കിയതാണ്. ആമേ. രക്തം കൊടുത്ത് വീണ്ടെടുത്ത സഭയാണ്. ഇതിൽ ദൈവത്തിന്റെ ശക്തി ഉള്ളത് കൊണ്ട് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും ആ രക്തത്തോളം ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാൽവറി ക്രൂശിലെ പുണ്യാഹ രക്തമാണ് ലോകത്തിൽ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ആ ശക്തിക്ക് മുന്നിൽ എല്ലാ അന്ധകാരങ്ങളും അടിയറവ് പറയുന്നതാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലൂടെ ദേശത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നു? എന്റെ പ്രാർത്ഥനയിലൂടെ ദേശത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ആമേൻ. നമ്മുടെ സഭയായിട്ടുള്ള പ്രാർത്ഥന, സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന ഏറെ ഫലിക്കും എന്ന ദൈവവചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സഭയുടെ പ്രാർത്ഥന ഏറെ ഫലിക്കുന്നു. ദൈവത്തിന് ഇവിടത്തെ മകളോ അല്ലെങ്കിൽ ഇവിടത്തെ ലുലുമാളോ ഇവിടത്തെ മറ്റുള്ള ഒന്നും ദൈവത്തിനൊരു പ്രശ്നമേ അല്ല. ദൈവത്തിന് പ്രശ്നമേ ഒന്നും ഉള്ളൂ. അതാണ് സ്വന്തം സഭ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ കണ്ണ് എപ്പോഴും സഭയുടെ മേളിലാണ്. മറ്റുള്ളവർ എന്ത് നടന്നോട്ടെ അത് വിഷയമല്ല. ദൈവത്തിന്റെ സഭയാണ് ദൈവത്തിന് ഏറ്റവും വലുത്. ആ സഭയിലുള്ള ജനങ്ങൾ ഒരുമിച്ച് നിന്ന് ഏകാഗ്രതയോടെ ഒരു മനസ്സോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ആമേ സഭയുടെ പ്രാർത്ഥന ഉത്തരം ആമേ സഭയിൽ ലഭിക്കുവാനിടയായി തീരും. എത്ര പേര് വിശ്വസിക്കുന്നു? ഈ 25-ൽ ദൈവത്തിന്റെ മഹത്വം ഞങ്ങളുടെ സഭയിൽ വെളിപ്പെട്ടു വരും. പ്രാർത്ഥനയുടെ ഉത്തരങ്ങൾ എന്നെ തേടി വരും. ഹല്ലേലൂയ. അതാണ് പ്രാർത്ഥിക്കുന്നവരിലൂടെയുള്ള ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു പ്രാർത്ഥന പോരാളികളായി ഈ ദിവസങ്ങളായി മുന്നേറുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ഒരു വാക്യം നമുക്ക് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവന്റെ അരികെ വന്നു. അവൻ തന്നോടുകൂടി ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിനയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും 12 നിയമിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഒരു നിയോഗത്തെ കുറിച്ച് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. യേശു ക്രിസ്തു മലയിൽ കയറി പ്രാർത്ഥിക്കുവാനായി പോയി. ഒരു രാത്രി മുഴുവനും പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവത്തിന്റെ യേശു ക്രിസ്തുവിന് പിതാവ് പറഞ്ഞു കൊടുത്തവരെ 12 പേരെ യേശു ക്രിസ്തു തെരഞ്ഞെടുത്തു.
ആ യേശു ക്രിസ്തു തെരഞ്ഞെടുത്തിട്ട് അവർക്കൊരു ഉത്തരവാദിത്വം കൊടുത്തിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ പുറകിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലവും ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുവാനുള്ളത്, നമ്മെയും ദൈവം തെരഞ്ഞെടുത്തു. ആമേൻ. ലോക സ്ഥാപനത്തിന് മുന്നമേ തന്നെ ക്രിസ്തുവിൽ ദൈവം നമ്മെ എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ പുറകിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ ഇവിടെ ശിഷ്യന്മാരെ യേശു ക്രിസ്തു തെരഞ്ഞെടുത്തതിന് ശേഷം യേശു ക്രിസ്തു അവരെ 2 കാര്യങ്ങൾ ഡ്യൂട്ടി ഏൽപ്പിക്കുകയാണ്. ഒന്നാമത്തെ ഡ്യൂട്ടി എന്താണ്? ഒന്ന് വായിച്ചാൽ. അവൻ തന്നോടുകൂടി ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിനയപ്പാനും. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ കാര്യം തന്നോടുകൂടെ ഇരിപ്പാൻ. എന്തിനു വേണ്ടിയിട്ടാണ്? തന്നോടുകൂടെ ഇരിപ്പാൻ. ക്ഷമിക്കണം, ഞങ്ങള് ബീഹാർ ശൈലിയാണ്, അതുകൊണ്ട് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് ചിന്തിക്കരുത് ഞങ്ങളെ കൊണ്ട് എന്താ കൊച്ചുപിള്ളേർ പോലെ പറയിപ്പിക്കുകയാണോ എന്ന് ചിന്തിക്കരുത്. ആമേൻ, ഹല്ലേലൂയ. ഞങ്ങളുടെ ബീഹാറിൽ പുതിയ ആളുകളാണല്ലോ. നിങ്ങളെ പോലുള്ള തഴക്കം ചെന്ന ആമേൻ നല്ല നല്ല വിശ്വാസികളൊന്നും അവിടെ അങ്ങനെ കാണുവാനില്ല. പുതിയ ആളുകളാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ സംസാര ശൈലിയും നല്ല മലയാളമോ ഒന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ട. ഇങ്ങനെ മലയാളം പറഞ്ഞു പോകുന്നു അല്ലാതെ നല്ല ഒരു മലയാളം ഒന്നും ഞങ്ങൾ പ്രസംഗിച്ച ശീലമില്ല. ഹിന്ദിയിൽ പ്രസംഗിച്ചിട്ട് ശീലമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആമേൻ, ഇവിടെ കർത്താവ് ചിലരെ തെരഞ്ഞെടുത്തു. കർത്താവ് എന്തിനാ തെരഞ്ഞെടുത്തെന്നറിയാമോ? കൂടെ ഇരിപ്പാൻ. ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്ത് എന്തിനാ? കൂടെ ഇരിക്കുവാനാ ദൈവം തെരഞ്ഞെടുത്തത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലവും ദൈവാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം എന്താണെന്നറിയാമോ? ദൈവത്തോട് കൂടെ ഇരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തോട് കൂടെ ഇരിക്കുക. ദൈവത്തോട് കൂടെ ഇരിക്കുന്നിടത്തോളം സന്തോഷം ജനിപ്പിക്കുന്ന വേറെ ഒരു കാര്യവും ഈ ലോകത്തിലില്ല. ദൈവത്തോട് കൂടെ നമുക്ക് നടക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മെക്കുറിച്ച് ഒന്നും ആഗ്രഹിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. ആമേൻ. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഒന്ന് വളരുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്, അവന്റെ സാന്നിധ്യം ഒന്ന് അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആ മടിയിലിരിക്കുന്ന ആ കുഞ്ഞിനെ വേറെ എവിടെയെങ്കിലും ഇരുത്തിക്കഴിഞ്ഞാൽ ആ കുഞ്ഞ് അസ്വസ്ഥതപ്പെടുവാനിടയായിത്തീരും. ആ കുഞ്ഞ് കരയുവാനിടയായിത്തീരും. കാരണം എന്തെന്നറിയാമോ? അതിന്റെ മാതാവിന്റെ സാന്നിധ്യമാണ് അതിന് ഏറ്റവും സന്തോഷിപ്പിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. എന്താ പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ സന്തോഷം എന്താണ്? നമുക്ക് സന്തോഷം തരുന്നത് ലോകത്തിൽ എന്താ ഉള്ളത്? ഈ ലോകത്തിൽ ഒന്നും തന്നെ നമുക്ക് സന്തോഷം തരുന്നത് ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ സന്തോഷം തരുന്ന ഒന്നും തന്നെ ഈ ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയത്തില്ല. യോനയെ കുറിച്ച് പഠിക്കുമ്പോൾ യോന ഒരു കാര്യത്തിൽ സന്തോഷിച്ചു, ആവണക്ക് കണ്ട് സന്തോഷിച്ചു എന്ന് പറയുന്നു. ആമേൻ. ആവണക്ക് കണ്ട് സന്തോഷിച്ചപ്പോൾ ആ സന്തോഷം എന്താ സംഭവിച്ചേ? പെട്ടെന്ന് അവസാനിച്ചു പോയി. എന്നാൽ പ്രിയമുള്ളവരെ, നമുക്ക് സന്തോഷിപ്പാൻ എങ്ങും ഒരു വകയില്ല. നമുക്ക് സന്തോഷിപ്പാൻ അവന്റെ സാന്നിധ്യം മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ അവൻ എവിടെ ഇരുന്നാലും അവൻ ദൈവത്തിൽ ആനന്ദിക്കും. പ്രൈസ് ദി ലോർഡ്. അവന്റെ സാഹചര്യം എത്ര പ്രതികൂലമായിരുന്നാലും, അവൻ ഏതെല്ലാം അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും, ഏതെല്ലാം പ്രതികൂലത്തിന്റെ ആ മേലോരങ്ങളിലൂടെ അവൻ കടന്നു പോകേണ്ടി വന്നാലും, അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവ പൈതലിന് സന്തോഷിപ്പാൻ വകയുണ്ട്. പ്രിയമുള്ളവരെ, ലോകത്തിൽ നമുക്ക് സന്തോഷിപ്പാൻ ഒരേ ഒരു കാര്യം, അതാണ് അവന്റെ സാന്നിധ്യം. ആമേൻ. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ഞാൻ ഒന്നേ ആഗ്രഹിക്കുന്നുള്ളൂ, അവന്റെ സന്നിധിയിൽ ഇരിക്കുവാനും അവന്റെ മനോഹരത്വം കാണുവാനും. ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, എന്റെ ദൈവത്തിന്റെ മനോഹരത്വം എനിക്കൊന്ന് കാണണം? ഞാൻ പലപ്പോഴും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നൂലാമാലകളും ആമേൻ ചിന്താഗതികളും ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്ന ഒരേ ഒരു ഇടം മാത്രമാണ് എന്റെ യേശുവിന്റെ സാന്നിധ്യം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ, ഞാൻ എവിടെയായിരുന്നാലും അങ്ങയുടെ സാന്നിധ്യത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം, ആമേൻ, എല്ലാ കാര്യങ്ങളും ക്രമീകൃതമായി പോകും. ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യത്തിലാണ് നമുക്ക് വളരേണ്ടത്. ആമേൻ. ദൈവസഭ നിൽക്കേണ്ടത് അവന്റെ സാന്നിധ്യത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. സാന്നിധ്യം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുവാൻ
പാടുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവന്റെ സാന്നിധ്യമാണ് നമ്മുടെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നത്. ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യമാണ് ദൈവത്തിന്റെ പത്യോപദേശത്തിലൂടെ നമ്മളെ നടത്തുവാൻ ഇടയാകുന്നത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ പറയുന്നത്, അവന്റെ നുകം ഏറ്റുകൊണ്ട് അവനോട് പഠിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. അവന്റെ നുകം എന്ന് പറയുന്നത് അവന്റെ സാന്നിധ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അവന്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് അവന്റെ നുകമേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റുള്ള കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഒരു കൂട്ടായ്മയാണ്, സാന്നിധ്യം. ദൈവ സാന്നിധ്യം അനുഭവിക്കണം. മുടിനായ പുത്രൻ വീട്ടിൽ നിന്ന് കടന്നുപോയപ്പോൾ അവന് നഷ്ടപ്പെട്ടത് അപ്പന്റെ സാന്നിധ്യമായിരുന്നു. അപ്പന്റെ സാന്നിധ്യമായിരുന്നു. അവൻ ഒത്തിരി നഷ്ടപ്പെട്ടു. പൈസ നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, അവന്റെ പ്രസ്റ്റീജ് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും അവൻ ഒരു കാര്യം മാത്രമേ അവന് യഥാർത്ഥമായി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതായിരുന്നു അപ്പന്റെ സാന്നിധ്യം. അപ്പന്റെ സാന്നിധ്യം വിട്ടു പോയപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, ഞാൻ തെറ്റായ വഴിയിലൂടെ കടന്നു പോയതെന്ന്. അപ്പന്റെ സാന്നിധ്യത്തിലേക്കുള്ള മടങ്ങി വരവായിരുന്നു നമുക്ക് അവിടെ കാണുവാൻ ഇടയായത്. അപ്പന്റെ സാന്നിധ്യത്തിൽ എല്ലാം ഉണ്ട് പ്രിയപ്പെട്ടവരെ. എല്ലാ നിറവ് അപ്പന്റെ സാന്നിധ്യത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ സാന്നിധ്യത്തിൽ വളർന്നാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീരും. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ എല്ലാ പ്രതിസന്ധികളിലും അവന്റെ സാന്നിധ്യം വേണം. അതുകൊണ്ടാണ് ദാവീദ് പാട്ട് പാടിയപ്പോൾ പാടിയത്, ഘോരന്ധകാർ സേ കൂരിരു താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ആമേൻ. കൂരിരു താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. കാരണം എന്താ ഭയപ്പെടാത്തത്? നീ എന്നോട് കൂടെ. ഈ സാന്നിധ്യം നമുക്ക് വേണ്ടത്. ഈ ഒരു ഉറപ്പാണ് നമുക്ക് വേണ്ടത്. അവൻ എവിടെ ചെന്നാലും അവന്റെ സാന്നിധ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അവന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ട്. ഒറ്റക്കിരിക്കുമ്പോൾ ചിന്തിക്കണം, അവന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ട്. കൂരിരു താഴ്വര കൂടി നടന്നാലും ചിന്തിക്കണം, അവന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ട്. വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോൾ ചിന്തിച്ചു കൊള്ളണം, അവന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവന്റെ സാന്നിധ്യത്തിൽ നിന്നാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. അപ്പോ നമുക്ക് ചിന്തിക്കരുത്, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കണം. ഈ സാന്നിധ്യം എങ്ങനെയാ വളരുന്നത്? പ്രാർത്ഥനയിലൂടെ. ആമേൻ. അവനുമായിട്ടുള്ളൊരു ബന്ധം, ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ആവശ്യമാണ്. ഒരു യഥാർത്ഥമായ ക്രിസ്തുവുമായിട്ടൊരു ബന്ധം നമുക്ക് ആവശ്യമാണ്. നമ്മൾ ശമൂവേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ശമൂവേൽ വളരെ ദേശം മുഴുവനും വളരെ അറിയപ്പെടുന്ന ഒരു ദൈവദാസനായി, ദാൻ മുതൽ ബേർശേബ വരെ അറിയപ്പെടുന്ന ഒരു ശുശ്രൂഷകനായി ശമൂവേൽ മാറുവാൻ കാരണമുണ്ടായിരുന്നു. എന്താ കാരണം? അവൻ ദൈവ സാന്നിധ്യത്തിലായിരുന്നു വളർന്നത്. അവൻ എവിടെയാ വളർന്നത്? ദൈവ സാന്നിധ്യം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എവിടെ പോയാലും ആ സാന്നിധ്യം മറക്കുവാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. ആ സാന്നിധ്യം വിട്ട് ഒരിക്കലും നമുക്ക് പോകാൻ ഒരിക്കലും ഇടയാവരുത്. ആ സാന്നിധ്യത്തിൽ നിന്നാൽ മാത്രമേ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമാവുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു തന്റെ ശുശ്രൂഷ ആരംഭിച്ചത് ഗലീലയിൽ നിന്നായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ഗലീല യേശു തന്റെ ശുശ്രൂഷ ആരംഭിച്ചു. അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്, അവന്റെ ശ്രുതി ദേശമെല്ലാം പരന്നു എന്ന് കാണുന്നു. പ്രൈസ് ദി ലോർഡ്. അവന്റെ ശ്രുതി ദേശമെല്ലാം പരന്നു എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ശ്രുതി ദേശത്ത് പരക്കുവാൻ കാരണമെന്തെന്നറിയാമോ? കർത്താവിന്റെ സാന്നിധ്യമായി പരിശുദ്ധാത്മമായിട്ടുള്ള ഒരു കൂട്ടായ്മയുമായി കടന്നുപോയത് കൊണ്ടാണ്. കൂട്ടായ്മയുമായി കടന്നുപോയപ്പോൾ അവിടെ സംഭവിച്ചത് എന്തെന്നറിയാമോ? ഗലീല പോലുള്ള ദേശത്ത് അവന്റെ ശ്രുതി പരക്കുവാനിടയായി തീർന്നു. ഈ ഗലീല എന്തുവാ? ആർക്കും താല്പര്യമില്ലാത്ത ഒരു സ്ഥലമായിരുന്നു ഗലീല. മരണത്തിലും അന്ധതമസ്സിലും കിടന്നിരുന്ന ഒരു ദേശമായിരുന്നു ഗലീല. ആ ഗലീലയിൽ യേശു പരിശുദ്ധാത്മാവ സാന്നിധ്യമായിട്ടാണ് കടന്നുപോയത്. അവിടെ കടന്നു ചെന്നപ്പോൾ ആമേൻ ആ ദേശത്തിന്റെ സ്ഥിതി മാറുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവ സാന്നിധ്യമാണ് ദേശത്തിൽ
ദേശത്തിന്റെ സ്ഥിതിയെ മാറ്റുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു കുടുംബത്തിന്റെ സ്ഥിതിയെ മാറ്റുന്നത് ദൈവിക സാന്നിധ്യമാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? എന്നിൽ വ്യാപരിക്കുന്ന ശക്തിയാണ് ഈ ദേശത്തിന്റെ ഈ സ്ഥിതിയെ മാറ്റുന്നത്. നമ്മുടെ കുടുംബത്തിന്റെ സ്ഥിതിയെ മാറ്റുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മിൽ വ്യാപരിക്കുന്നതാണ്. ഗലീലയെ ആർക്കും വേണ്ടാത്ത സ്ഥലമായിരുന്നു. ഹീരാം രാജാവ് പോലും പറഞ്ഞു എനിക്ക് ഈ സ്ഥലം വേണ്ട എന്ന് പറഞ്ഞ് അവനും തള്ളിയതാണ്. ശലോമോൻ രാജാവും പറഞ്ഞു എനിക്കും ഈ സ്ഥലം വേണ്ട എന്ന് പറഞ്ഞ് തള്ളിയതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കേൾക്കണോ? എല്ലാവരും തള്ളിയെങ്കിലും ഒരുത്തൻ ആ തള്ളിയ ദേശത്തേക്ക് കടന്നു വന്നു. അവൻ എങ്ങനെയാ കടന്നു വന്നത്? പരിശുദ്ധാത്മ നിറവിലാ കടന്നു വന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പറയുന്ന ഒരു താല്പര്യം, നമ്മൾ ദൈവ സാന്നിധ്യത്തിൽ വളരുവാനിടയായി തീരണം. അവന്റെ സാന്നിധ്യമായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുത്. ഹല്ലേലൂയ. രണ്ടാമത് അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. അവൻ പ്രസംഗിക്കുവാനായി ചിലരെ തെരഞ്ഞെടുത്തു. എന്തിനാ തെരഞ്ഞെടുത്തത്? പ്രസംഗിക്കുവാനായി. ഒന്നാമത് അവന്റെ സാന്നിധ്യത്തിൽ നിൽക്കുവാൻ. അവന്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്നവർക്ക് മാത്രമേ അവനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. രണ്ടാമത്തെ ഉത്തരവാദിത്വം എന്താണെന്ന് അറിയാമോ? ആമേൻ. അവനെ കുറിച്ച് പറയുക. പ്രൈസ് ദി ലോർഡ്. അവനെ കുറിച്ച് പറയുക. നമുക്ക് ഒരേ ഒരു ഡ്യൂട്ടി ഉള്ളൂ. എന്താ? നമ്മെ കുറിച്ചല്ല, വിളിച്ചവനെ കുറിച്ച് പറയുക. അവനെ കുറിച്ച് ഒന്ന് പറയുക എന്നുള്ള ഡ്യൂട്ടിയാണ്. 12 പേരെ തെരഞ്ഞെടുത്തിട്ടാക്കിയത് കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുവാനായിരുന്നു. എന്നാൽ ഒരു കാര്യം പറയട്ടെ, ഇന്ന് പലപ്പോഴും സഭകളിൽ കാണുന്നത് ചിലരെ മാത്രം ഏൽപ്പിച്ച ശുശ്രൂഷയായിട്ടാണ് ഈ പ്രസംഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സുവിശേഷീകരണം എന്ന് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത് അവന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് എന്നൊന്ന് വായിച്ചാട്ടെ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ഇവിടെ പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. ആമേൻ. നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഇവിടെ വലിയ പ്രസംഗമൊന്നും പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. ഈ സഭയിൽ പ്രസംഗത്തിന്റെ ഒരു കുറവൊന്നും ഇവിടെ കാണുന്നില്ല. എല്ലാ ദിവസവും ഓരോ വിശ്വാസികളെയും പിടിച്ചു കുലുക്കി കഴിഞ്ഞാൽ 2001 പ്രസംഗം തലയിൽ നിന്ന് തലത്തേക്ക് വീഴും. അത്രമാത്രം ഫീഡ് ചെയ്തിരിക്കുകയാണ്. ഈ ഫീഡ് ചെയ്ത് ആമേൻ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഫീഡ് ചെയ്തതെല്ലാം അത് പുറത്തേക്ക് എടുക്കാനുള്ള ഒരു അവസരം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത് ഫീഡ് ചെയ്തതെല്ലാം പുറത്തേക്ക് എടുക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥമായി കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായി മാറുന്നത്. അപ്പോൾ ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ കാര്യമെന്നറിയാമോ? ആമേൻ. നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് വിളിച്ചവരാണ്. എവിടെയാണ് നമ്മളെ വിളിച്ചത്? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കർത്താവ് നമ്മെ വിളിച്ചു. എന്തിനു വേണ്ടിയിട്ടാ വിളിച്ചത്? അവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ദൈവം വിളിച്ചതാണ്. ആരും വെറുതാവായി ഇവിടെ കടന്ന് വന്നിട്ടില്ല. യേശുക്രിസ്തു തന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ യെരൂശലേമിൽ തന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചപ്പോൾ 2 ശിഷ്യന്മാരെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, അവിടെ 2 കഴുതക്കുട്ടിയെ കെട്ടിയിട്ടുണ്ട്, നിങ്ങൾ അതിനെ അഴിച്ചു കൊണ്ടുവരുവൻ. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഒന്ന് പറഞ്ഞുകൊള്ളണം, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. അത് തന്നെയാണ് നമ്മെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മെക്കുറിച്ച് എന്താ ദൈവം പറയുന്നത്? ഇവനെ കുറിച്ച് എനിക്ക് ചില പദ്ധതികൾ ഉണ്ട്. നമ്മെ ദൈവം സഭയിൽ വെറുതെ കൊണ്ടിരുത്തിയതല്ല. നമ്മെ ദൈവം വെറുതെ ഈ രക്ഷയിലേക്ക് നടത്തിയതല്ല. ഇതിന്റെ പുറകിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു പ്ലാനുണ്ട്. നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നമ്മെക്കുറിച്ച് ആരും നമ്മിൽ നല്ലതൊന്നും കണ്ടില്ല എങ്കിലും, നമ്മുടെ കുടുംബക്കാർ നമ്മളെ കുറിച്ച് നല്ലതൊന്നും ചിന്തിക്കുന്നില്ല എങ്കിലും, ഇവൻ കൊള്ളരുതാത്തവൻ, ഇവനെ കുറിച്ച് ഉപകാരമില്ലാത്തവനെന്ന് ആരെങ്കിലെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ സ്വർഗത്തിലെ അപ്പച്ചന് പറയുവാനുണ്ട്, എനിക്ക് ഇവനെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, എനിക്ക് ഇവനെ കുറിച്ചൊരു പ്ലാനുണ്ട്. നിത്യതയുടെ പ്ലാനിനു വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരാ ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും. എത്ര പേര് വിശ്വസിക്കുന്നു? എന്റെ
എന്റെ ദൈവം അവൻ നിത്യതയ്ക്ക് വേണ്ടി എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നതാ. എന്നെ വെറുതെ കൊണ്ടുവന്നതല്ല, ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയിട്ടാ. ആമേൻ. എന്താണ് ദൈവത്തിന്റെ പദ്ധതി? ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം എന്നുള്ളതാ ദൈവത്തിന്റെ പദ്ധതി. ഈ കുമാരനെല്ലൂരിലുള്ള ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആരിൽ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പൊ നാമും എന്ത് ചെയ്യണം? നാമും ആഗ്രഹിക്കുന്നില്ല. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പൗലോസിന് ഒരു മർമ്മം വെളിപ്പെട്ട് കിട്ടി. ആ മർമ്മം എന്താണെന്ന് അറിയാമോ? പൗലോസിന് വെളിപ്പെട്ട് കിട്ടിയ ആ മർമ്മം സുവിശേഷത്താൽ അന്യജാതികൾ ആമേൻ കർത്താവിന്റെ സഭയിൽ അംഗമാകണമെന്നുള്ളതാണ്. അന്യജാതികൾ സുവിശേഷ മുഖാന്തരം സഭയിൽ കടന്നു വരണം. ഈ കുമാനല്ലൂർ സ്ഥലത്ത് എത്രയോ ആളുകളുണ്ട് ക്രിസ്തുവിനെ അറിയാത്തവരുണ്ടായിരിക്കും. എത്രയോ പേരുണ്ട്. ക്രിസ്തുവിന്റെ ആ പൗലോസിന് വെളിപ്പെട്ട് കിട്ടിയ മർമ്മം എന്താണെന്ന് അറിയാമോ? അന്യജാതികൾ സുവിശേഷ മുഖാന്തരം ക്രിസ്തുവിനെ അറിയട്ടെ. ക്രിസ്തുവിനെ അറിഞ്ഞ ദേശം മാറും. ക്രിസ്തുവിനെ അറിഞ്ഞ കുടുംബം മാറും. തലമുറകൾ മാറും. കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ മാറും. ഏതെങ്കിലും വിഷയത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ടെങ്കിൽ, എന്തെങ്കിലും വിടുതൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒന്നേയുള്ളൂ നമുക്ക് ഉപാധി. സുവിശേഷ മുഖാന്തരമാണ് ലോകത്തിൽ വിടുതലുകൾ നൽകുന്നത്. ഇന്ന് പകലിൽ അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതിനു വേണ്ടിയാ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നു? എന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നത് അവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. ദൈവം നല്ലതല്ലേ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളൂ. ദൈവം നല്ലതല്ലേ ഇന്നവരെ ചെയ്തിട്ടുള്ളൂ. എന്നാൽ അവന്റെ നന്മകളെ ഓർത്തുകൊണ്ട്, അവൻ ചെയ്തതിനെ ഓർത്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് അവൻ കടന്നു എന്നിട്ട് പറയണം, എന്റെ ദൈവം വിശ്വസ്തനാണ്. എന്റെ കുടുംബത്തെ രക്ഷിച്ചവൻ, എന്റെ തലമുറയെ രക്ഷിച്ചവൻ, എന്റെ ജീവിതത്തെ മാറ്റിയവൻ, എന്റെ ജീവിതത്തിൽ സന്തോഷം തന്ന ഒരുത്തനുണ്ട്. അവരിലേക്ക് നിങ്ങൾ കടന്നു വരണമെന്ന് പറയുന്നവരിലൂടെ ദൈവമഹത്വം വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ദൈവം അതിനു വേണ്ടിയാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് വിളിച്ചിരിക്കും. നമുക്ക് 2 പദവിയാണ് തന്നിരിക്കുന്നത്. ഈ ഒന്ന് ഒരു പുരോഹിതൻ, 2 രാജാവ്. ഈ 2 പദവികളിലൂടെ ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത്. ഇത് രണ്ടിനും എന്തിനാണെന്നറിയാമോ? ഒരു പുരോഹിതൻ മധ്യസ്ഥ അണയ്ക്കുവാനും, ഒരു രാജാവ് അവൻ തന്റെ വാക്കിലൂടെ അവൻ ദേശത്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തുവാനും വേണ്ടിയിട്ടാണ്. ആമേൻ. ഈ 2 ഉത്തരവാദിത്വം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഉത്തരവാദിത്വം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നാം അതിനുവേണ്ടി പോകുവാൻ തയ്യാറാകണം. ആമേൻ. ദേശത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ ഇടയാകണം. ഹല്ലേലൂയ. എന്നെ ദൈവം ഇതിനു വേണ്ടി കണ്ടപ്പോൾ, എന്നെ ഒരു യാക്കോബായ കുടുംബത്തിൽ നിന്നാണ് ദൈവം എന്നെ വിളിച്ചു വേദനിച്ചത്. ഹല്ലേലൂയ. എന്റെ കുടുംബത്തിൽ ആദ്യമായിട്ടാണ് ഒരു പെന്തക്കോസ്തുകാരൻ വീട്ടിൽ വന്നത്. എൻ്റെ കുടുംബത്തിലോ, എൻ്റെ അമ്മയുടെ വീട്ടിലോ, എൻ്റെ അപ്പൻ്റെ വീട്ടിലോ ആരും തന്നെ പെന്തക്കോസ്തുകാരുണ്ടായിരുന്നില്ല. എന്നാൽ ആദ്യമായിട്ട് ദൈവം എന്നെ വിളിച്ചു. ഒരു മീറ്റിംഗിൽ കടന്നു ചെന്നപ്പോൾ എൻ്റെ 19ാമത്തെ വയസ്സിൽ ആമേൻ ഒരു IPCയുടെ സെൻട്രൽ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലുങ്കിമുണ്ടും ഉടുത്ത് ഞാൻ ഏറ്റവും പുറകിൽ വെറുതെ കടന്നു പോയതാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ, എൻ്റെ സ്നേഹിതൻ എന്നോട് പറഞ്ഞു, പോൾ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ വചനം ശുശ്രൂഷിക്കുന്നുണ്ട്. അത് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായി, കമ്മ്യൂണിസ്റ്റിന്റെ തകർച്ചയെ കുറിച്ച് പ്രസംഗിച്ചതാണ്. അദ്ദേഹം പറയുന്നതെല്ലാം ശരിയായി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനും ചിന്തിച്ചു, ഒന്ന് പോയി കളയാം. ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവി ആയതുകൊണ്ട് ഞാനും ചിന്തിച്ചു, അങ്ങനെ പോയി എന്ന് പ്രസംഗം കേൾക്കാം, കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ടെങ്കിൽ കേൾക്കാമല്ലോ എന്ന് കരുതി ഞാൻ അവിടെ പോയിരുന്നതാണ്. അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ അന്നും പറഞ്ഞത് റഷ്യയെ കുറിച്ചായിരുന്നു. 1991 ആമേ റഷ്യയെ കുറിച്ച് പ്രവചനത്തിലൂടെ അദ്ദേഹം പറഞ്ഞു. ആമേ റഷ്യ തകരുമെന്ന് പറഞ്ഞിട്ട് പ്രസംഗിച്ചു പോയതായിരുന്നു. ഈ വർഷം കടന്നു വന്നപ്പോൾ റഷ്യ തകർന്നു എന്ന് കണ്ടു. അപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ കാതും കൂർപ്പിച്ച് ഞാൻ കേട്ടിരുന്നു. ഇനി എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, ലോകത്തെ കിടുകിട വിറപ്പിച്ച റഷ്യ എന്ന് പറയുന്ന ദേശത്തെ ദൈവം തന്റെ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം തുണ്ടമാക്കി മുറിച്ചുവെങ്കിൽ, പ്രിയ സഹോദര, യൗവനക്കാര, ഇന്ന് രാത്രി നിന്റെ പാപവഴികളെ വിട്ട് നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നില്ല എങ്കിൽ ദൈവം നിന്നെ കീറിക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടാവുകയില്ലെന്നുള്ള വചനം കേട്ടപ്പോൾ ഏതോ ഒരു കത്തി കൊണ്ട് എന്നെ കുത്തുന്നത് പോലെ എനിക്ക് അനുഭവമുണ്ടായി. ഞാൻ ഇരുന്നിടത്ത് നിന്ന് മുകളിലേക്ക് തെറിക്കുവാനിടയായി തീർന്നു. എനിക്ക് എന്തോ സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അവിടെ കിടന്നു, ഞാൻ വീണു. എന്നിട്ട് എനിക്ക് നടക്കുവാൻ കഴിഞ്ഞില്ല.
അന്ന് രാത്രി പരിശുദ്ധ ആത്മാവ് എന്നോട് ഇടപെട്ടു. ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ആരും എന്നോട് പറഞ്ഞില്ല. ഞാൻ അന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടു. ഞാൻ വീട്ടിൽ കടന്നു വന്നിരുന്ന് പ്രാർത്ഥിച്ചു. ആ രാത്രി മുഴുവനും കരഞ്ഞ് കരഞ്ഞ് എൻ്റെ പാപങ്ങളെ കുറിച്ച് ഞാൻ ഏറ്റുപറഞ്ഞു. ഞാൻ ഉപേക്ഷിച്ചു. നേരം വെളുത്തപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം എൻ്റെ മനസ്സിൽ കടന്നു വന്നു. ഞാൻ ആദ്യമായി എൻ്റെ അടുത്തേക്ക് കടന്നു വന്ന സ്നേഹിതനോട് ഞാൻ പറഞ്ഞത് ആമേൻ, കർത്താവ് വരാറായി, മാനസാന്തരപ്പെടണമെന്നുള്ളതായിരുന്നു. ആരാണ് ഈ ദൗത്യം എൻ്റെ ഉള്ളിലേക്ക് ഏൽപ്പിച്ചത്? എനിക്ക് അന്ന് മനസ്സിലായില്ലായിരുന്നു. എന്നാൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, പരിശുദ്ധാത്മാവ് ഒരുത്തന്റെ ഉള്ളിൽ കടന്നു വന്നാൽ അവന് മൗനമായി ഇരിക്കുവാൻ കഴിയത്തില്ല. അന്യഭാഷ കൊണ്ട് ഒതുക്കി തീർക്കേണ്ടതല്ല. പരിശുദ്ധ ആത്മാവ് അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുവാൻ മാത്രമുള്ളതല്ല. പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തി ലഭിക്കുമ്പോൾ ഭൂലോകം മുഴുവനും പോയി എന്റെ സുവിശേഷം പ്രസംഗിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ അരുളപ്പാട്. എങ്കിൽ അഭിഷേകം പ്രാപിച്ച ദൈവ പൈതലിന് ഒരു ഉത്തരവാദിത്തമുണ്ട്. എന്താണെന്ന് അറിയാമോ? യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുക. ആമേൻ. Praise the Lord. ആരും പറഞ്ഞില്ല എന്നോട് നീ ഇങ്ങനെ പറയണമെന്ന്. പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടത് കൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം, എന്റെ കൂട്ടുകാരൻ, എന്നോട് പറഞ്ഞത്, നിനക്ക് ഭ്രാന്തായിരുന്നു തോന്നുന്നു. ഇന്നലെ രാത്രി നീ സാക്ഷരതാ ക്ലാസ് ഉപേക്ഷിച്ച് കടന്നുപോയത് പെന്തക്കോസ്തുകാരുടെ മീറ്റിംഗിനായിരിക്കുമല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ പെന്തക്കോസ്തുകാരുടെ മീറ്റിംഗിലാണ് ദൈവിക പ്രവൃത്തികൾ വെളിപ്പെടുന്നത്, ജീവിതം മാറുന്നത്. ആമേ, ഒരു പുസ്തകം വായിച്ചിട്ടുമല്ല, ജീവിതം മാറുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. പരിശുദ്ധാത്മാവിലൂടെയാണ്. മാറാതെ എന്തെങ്കിലും കിടക്കുന്നതെങ്കിൽ ഇന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിലൂടെ അത് മാറും. രൂപാന്തരപ്പെടാതെ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിനാൽ ഞാൻ പ്രാപിച്ച അഭിഷേകത്തിന്റെ ശക്തിയാൽ എന്റെ കുടുംബത്തിലെ ആളുകൾ, എന്റെ രക്ഷിക്കപ്പെടാത്തവർ യേശുവിനെ അറിയും. യെസ്, ആമേൻ. അത് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എന്റെ കുടുംബത്തിൽ ആരും ഉണ്ടായിരുന്നില്ല, എന്നാൽ രക്ഷിക്കപ്പെട്ട എന്ന് മുതൽ ഞാൻ പറയുമായിരുന്നു, എന്റെ ഭവനത്തിൽ ഒരു കുളമ്പ് പോലും ശേഷിക്കരുത്, അവർ യേശു ക്രിസ്തുവിനെ അറിയണമെന്ന്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ പിതാവെന്നെ അവൻ സ്നാനപ്പെടുവാൻ തടഞ്ഞെങ്കിലും, ആമേ, എന്നെ ഉപദ്രവിച്ചിട്ട് വിട്ടെങ്കിലും, ആമേൻ, എന്റെ പിതാവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എന്നെ സ്നാനപ്പെടുത്തണമെന്ന്. ഈ അവസ്ഥയിലേക്ക് ദൈവം കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് കാരണം എന്തെന്നറിയാമോ? പരിശുദ്ധാത്മാവിലൂടെ നടന്നതാണ്. ആമേ, കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ഒരു പ്രേരണ തോന്നി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകണമെന്ന്. ആമേൻ, ഹല്ലേലൂയ. ദൈവം എന്നോട് ഇടപെട്ടു. അതിനുശേഷം ആദ്യമായി ഒരു പാസ്റ്റർ, എനിക്കറിയാമല്ല പാസ്റ്ററാണെന്ന്, ഒരാഴ്ചയായിട്ടുള്ളൂ. പെന്തക്കോസ് എന്താണെന്ന് വരെ എനിക്ക് അറിഞ്ഞുകൂടാ. ആകെ കൂടി അറിയുന്നത് അന്യഭാഷയിൽ ഞാൻ എന്തോ വായിൽ പറഞ്ഞ വാക്കുകൾ സംസാരിക്കുന്നു. അപ്പൊ സ്നാനപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. രാത്രി വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആമേ, വീട്ടുകാരെല്ലാം കാതുകുത്തി ശ്രദ്ധിച്ച് കേൾക്കുക, എന്താ ഇവനെന്തോ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. എന്നാൽ കശ്മാവിൻ തോപ്പിലും മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി ആരാധിക്കുമായിരുന്നു. അപ്പോൾ ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്റെ ഭവനത്തിൽ എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന്. എന്നാൽ ആമേ, അനേക വർഷങ്ങൾക്ക് ശേഷം എന്റെ ഭവനത്തിൽ എല്ലാവരും കർത്താവിനെ കണ്ടുമുട്ടുവാനിടയായി തീർന്നു. എന്റെ സഹോദരന്മാരും മൂന്ന് പേരും ഇന്ന് ഞങ്ങൾ 4 ആൺപിള്ളേരുണ്ട്. 4ൽ 3 പേരും ആമേ പാസ്റ്റർമാരായിട്ട് കർത്താവിന്റെ വേല ചെയ്യുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് ആരെങ്കിലും കുടുംബത്തില് രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ നാം പ്രാപിച്ച അഭിഷേകത്തിന്റെ ശക്തിയുണ്ട്. വായിൽ നിന്ന് ശക്തി വീഴുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാൻ ഇടയായി തീരും. പ്രാപിച്ച അഭിഷേകത്തിലൂടെ നമുക്കൊരു കാര്യം പറയണം, എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടി കടക്കും. എന്റെ ദൈവത്താൽ ഈ പ്രശ്നം എന്റെ ഭവനത്തിൽ നിന്ന് മാറും. എന്റെ അഭിഷേകത്താൽ ദൈവത്തിൽ നിന്ന് പുതിയ കൃപകളെ പ്രാപിക്കും. ആമേൻ. വിശ്വസിച്ചുകൊണ്ട് ഞാൻ കടന്നുപോയത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി. എനിക്കൊരു ജോലി കിട്ടിയിരുന്നു. എന്നാൽ ജോലിക്ക് വേണ്ടിയിട്ടല്ലായിരുന്നു കർത്താവ് എന്നെ വിളിച്ചത്. ഞാൻ യുപിയിൽ കടന്നുപോയിട്ട് ഇതെല്ലാം ഭയങ്കര ഒരു ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയായിരുന്നു. എനിക്ക് ജോലി കിട്ടുന്നതിന് മുമ്പേ തന്നെ ഒരു ദൈവദാസൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ജോലി കിട്ടും കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. എന്നാൽ അതിനു മുന്നേ ദൈവം എന്നോട് ഇടപെട്ടു, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകണമെന്ന്. ഞാൻ ഇറ്റാർസി എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ വചനം പഠിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ നൽകി. ആമേ, 3 വർഷം അവിടെ BTH കോഴ്സ് പഠിക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. അതിനുശേഷം കർത്താവ് എനിക്ക് തന്ന ദർശനമായിരുന്നു ബീഹാറെ കുറിച്ചുള്ള ദർശനം. ആമേൻ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എനിക്കൊരു ദർശനം തന്നു. ആമേൻ. എന്റെ ശവം ചുമന്നുകൊണ്ട് ആളുകൾ കടന്നു പോകുന്ന ഒരു
കാഴ്ച ഞാൻ കാണുവാനിടയായി തീർന്നു. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ഞാനൊരു മയക്കത്തിലായിരുന്നു. ആമേൻ. ബീഹാറിൽ എപ്രകാരം ഇപ്പൊ ശവം കൊണ്ടുപോകുന്നുവോ അതുപോലെ ശവം പോകുന്ന ഒരു കാഴ്ച ദൈവാത്മാവ് എന്നെ കാണിച്ചു തന്നു. ഞാൻ ചാടി എഴുന്നേറ്റു കഴിഞ്ഞിട്ട് എനിക്ക് പേടിയായി. എന്റെ ശവം കൊണ്ടുപോകുന്നു. എന്നാൽ ശവം കൊണ്ടുപോകാൻ വേണ്ടി കത്തിക്കാൻ വേണ്ടി തോന്നിയപ്പോൾ ഞാൻ അന്യഭാഷ പറയുന്നതായിട്ട് കാണുവാനിടയായി തീർന്നത്. അപ്പോൾ എന്നെ ചുമന്നു കൊണ്ടുപോയവർ പറഞ്ഞു, അയ്യോ ഇവൻ ജീവിച്ചിരിക്കുന്നു, ഇവൻ അഴിച്ചുവിടാൻ പറഞ്ഞു. ആമേൻ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ബീഹാർ എന്ന് പറയുന്ന സ്ഥലത്താണ് കർത്താവിന്റെ വേല ചെയ്യേണ്ടതെന്ന്. ഞാൻ 3 വർഷം 2 വർഷം ആ ബീഹാറിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ 1997 ഞാൻ ബീഹാറിൽ കടന്നുപോയി. കർത്താവ് എനിക്ക് കൃപകളെ നൽകി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ ബീഹാറിൽ കടന്നു ചെന്നു. കർത്താവിന്റെ വേല ചെയ്യുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരൊരു കാര്യം പറയട്ടെ, ബീഹാറിൽ ആരും പരിചയക്കാരുണ്ടായിരുന്നില്ലായിരുന്നു. എന്റെ സഭ എന്നെ പ്രാർത്ഥിച്ച് അയച്ചു. എന്നെ പറഞ്ഞു വിട്ട പാസ്റ്റർ ഇപ്രകാരമാണ് പറഞ്ഞത്. എന്താ പറഞ്ഞെന്നറിയാമോ? എന്റെ പാസ്റ്റർ എന്നോട് പറഞ്ഞു, പട്ടിണി കിടക്കാൻ തയ്യാറാണെങ്കിൽ ബീഹാറിൽ പോകാൻ പറഞ്ഞു. എല്ലാവരും പ്രാർത്ഥിച്ച് ആശീർവദിച്ച് വിടുമ്പോൾ പാസ്റ്റർ പറഞ്ഞ കാര്യമുണ്ട്, പട്ടിണി കിടക്കാൻ തയ്യാറാണോ എങ്കിൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് പാസ്റ്റർ OP മത്തായി എന്ന് പറഞ്ഞ ദൈവദാസൻ പ്രാർത്ഥിച്ച് ഞങ്ങളെ സഭയായിട്ട് ബീഹാറിലേക്ക് പറഞ്ഞയച്ചത്. ഞാൻ പോകുവാൻ സന്നദ്ധരായപ്പോൾ ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു. അതിനുശേഷം വേറൊരു ദൈവദാസൻ എന്റെ സഭയിൽ നിന്ന് അങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ബീഹാറിൽ കടന്നു തയ്യാറായി. ഞങ്ങൾ 3 പേരും ബീഹാറിൽ 1997 അവിടെ കടന്നു ചെന്ന സ്ഥലം എന്ന് പറയുന്ന ദൈവദാസൻ എന്ന് പറഞ്ഞല്ലോ, ഒരു സ്ഥലത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ ഉപദ്രവം നേരിട്ടു എന്ന് പറയുവാനിടയായി തീർന്നു. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ്. ആ ഉപദ്രവം നേരിട്ട സ്ഥലത്ത് ഒരു മീറ്റിംഗ് നടത്തണമെന്നും പറഞ്ഞു. അതും വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഞങ്ങളുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചത്, കാരണം കർത്താവ് ബീഹാറിൽ അയക്കുന്നതിന് മുമ്പേ, സ്ഥിരമായി ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുമ്പേ തന്നെ 1 മാസം ബീഹാറിൽ, ഒരു നോർത്ത് ബീഹാറിൽ ഔട്ട്റീച്ച് നടത്തുവാൻ കർത്താവ് കൃപകളെ നൽകി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആദ്യമായി ബീഹാറിൽ ഔട്ട്റീച്ച് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങളുടെ ട്രാക്ട് വിതരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ വന്ന് തടഞ്ഞു. ജയ് ശ്രീരാം വിളിച്ച് ഞങ്ങളെ അവിടെ നിന്ന് കെട്ടിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ഇതിവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്കെതിരായിട്ട് ആളുകൾ എതിരെ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് വളരെ സങ്കടം തോന്നി. ഒരു സ്കൂളിൽ കടന്നു എന്ന് ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചു. അന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, ബീഹാറിൽ ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഉപദ്രവം നേരിട്ട അല്ലെങ്കിൽ എതിർപ്പ് നേരിട്ട സ്ഥലം, ഈ സ്ഥലത്ത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇവിടെ ഒരു ചർച്ച് ഇവിടെ ഉണ്ടാകും. ദൈവത്തിന്റെ വേല ഇവിടെ ഉണ്ട്. ഞങ്ങൾ അങ്ങനെ 1 മാസത്തിന് ശേഷം, കുറച്ച് മാസത്തിന് ശേഷം പിന്നെ ഞങ്ങൾ കടന്നുപോയത് ആ സ്ഥലത്തേക്കായിരുന്നു. ആ സ്ഥലത്ത് ഞങ്ങൾ കടന്നു ചെന്നു. അവിടെ കടന്നു ചെന്നപ്പോൾ ജില്ലയിൽ ഞാൻ പറയട്ടെ, ഒരു സഭ പോലും ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, 3 ദൈവദാസന്മാരെ സഭയിൽ ഉണ്ടായിരുന്നുള്ളൂ. 3 ദൈവദാസന്മാർ മാത്രമേ ആ സഭയിൽ ഉണ്ടായിരുന്നുള്ളൂ. ആമേൻ. വിശ്വാസികളില്ല. ഒന്ന് ആ സമയത്ത് 2 or 3 വിശ്വാസികൾ ഒരു സഭയിലുണ്ട്. അങ്ങനെ ഒരു വിശ്വാസി പോലും ഇല്ലാത്ത സ്ഥലത്ത് കടന്നു ചെല്ലുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപകളെ നൽകി. ഞങ്ങൾ അവിടെ കടന്നു ചെല്ലാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾക്കൊരു വീട് കിട്ടാനില്ല. വീട് അന്വേഷിച്ചു കടന്നു ചെന്നപ്പോൾ വീടില്ല. അവസാനം ഒരു ഗോഡൌൺ കിട്ടി. ആ ഗോഡൌണിൽ ജനലുകളില്ല. കല്യാണത്തിന് മുമ്പുള്ള കാര്യമാണ്. ജനലുകളില്ല. അങ്ങനെ അവിടെ ആ ജനലില്ലാത്ത ആ ഗോഡൌണിൽ ഞങ്ങൾ താമസിച്ചു. ചൂടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വസ്ത്രം ധരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ തോർത്തുമുണ്ട് മാത്രം ചുറ്റിയാണ് പകൽ അവിടെ ഇരുന്നത്. അതുപോലെ പൊള്ളുന്ന വെയിലായിരുന്നു. എന്നാൽ ആ സമയത്ത് അവിടെ താമസിച്ച് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കർത്താവ് കൃപ നൽകി. ഒരേ ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ സുവിശേഷത്തിന്റെ പ്രതി ഈ പട്ടണങ്ങളിൽ അല്ലെങ്കിൽ ഈ ദേശത്ത് എല്ലായിടത്തും എത്തിക്കണം. എല്ലാ വീടുകളിലും ഞങ്ങൾ വീടാന്തരം കയറി ഇറങ്ങി ഈ സുവിശേഷ പ്രതി കൊടുത്തു. ആ സമയത്തൊന്നും ഒരു സംഘടനയിലും ഞങ്ങൾ അംഗങ്ങളല്ലായിരുന്നു. വിശ്വാസത്താൽ വേല ചെയ്യാൻ കടന്നു പോയതാണ്. പട്ടിണിയെങ്കിൽ പട്ടിണി എന്ന് പറഞ്ഞു പോയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് സഹായം ഉണ്ടായിരുന്നത് OM എന്ന് പറയുന്ന ഒരു സംഘടനയായിരുന്നു. ആ സംഘടനക്കാരൻ ഞങ്ങൾക്ക് ഒരു പുസ്തകം തന്നിട്ട് പറഞ്ഞു, 10 രൂപയ്ക്ക് ഈ പുസ്തകം 5 രൂപയ്ക്ക് ഞങ്ങൾക്ക് തരും, 10 രൂപയ്ക്ക് നിങ്ങൾക്ക് വിൽക്കണം എന്ന് പറഞ്ഞു. ഫ്രീ ആയിട്ട് ആർക്കും കൊടുക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചു, ഇതെങ്ങനെ സംഭവിക്കും?
കാരണം എഴുത്തും വായന അറിയാത്തവരുടെ നാട്ടിൽ എങ്ങനെ ഇത് പുസ്തകം വിൽക്കുവാനിടയായിത്തീരും. ഞങ്ങളിങ്ങനെ വീടാന്തര കയറി ചെല്ലും. ഒരു 50 വീട് കയറി കഴിഞ്ഞാൽ ഒരു 5 പുസ്തകം കിട്ടും. അപ്പോൾ ആ പുസ്തകത്തിന്റെ പൈസ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടി ഞങ്ങൾ അങ്ങനെ പ്രവർത്തനം നടത്തുമായിരുന്നു. ഞങ്ങൾ ആദ്യം തന്നെ പ്രവർത്തിക്കാൻ പോയ ഗ്രാമം ഞങ്ങൾക്കെതിരായി നിന്നു. അവര് ഞങ്ങളെ തോൾ സഞ്ചിയും പുസ്തകങ്ങളെല്ലാം വാങ്ങിച്ചെടുത്തിട്ട് അവർ പറഞ്ഞു ഈ പരിപാടി ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഇത് യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് ഞങ്ങൾ പറയുവാനാണ് വന്നത്. അവർ പറഞ്ഞു, നിങ്ങൾ യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞ് ജനങ്ങളെ വശത്താക്കും, മുസ്ലിങ്ങൾ വാൾ ഉപയോഗിച്ച് ജനത്തെ വശത്താക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഈ സ്നേഹത്തിന്റെ വാളിനാണ് മൂർച്ച കൂടിയത്. അതുകൊണ്ട് ഇതിവിടെ നടക്കത്തില്ല, ഇത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ് ഞങ്ങളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അന്ന് മുതൽ തുടങ്ങിയ ഉപദ്രവമാണ്. ഇന്നും അവിടെ ഉപദ്രവമുണ്ട്. ദേവദാസൻ അവിടെ പോയിരുന്നു. ആ സ്ഥലത്ത് ബൈബിൾ ക്ലാസ് നടത്തുവാൻ പോയിരുന്നു. അവിടെ വളരെ പീഡനം ഞങ്ങൾക്ക് നേരിടുവാൻ ഇടയായി തീർന്നു. അവിടുത്തെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് വരെ ഞങ്ങളുടെ വീടുകളിൽ കയറി വന്ന് ഞങ്ങൾക്കെതിരായിട്ട് നിൽക്കുകയും അനേക സുവിശേഷ വിരോധികൾ അവിടെ കടന്നു വന്നു. 7 വർഷം അവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആത്മാക്കളെ ഒന്നും കിട്ടിയില്ല. ഞങ്ങൾക്ക് ഒരേ ഒരു ചിന്ത ഉണ്ടായിരുന്നുള്ളൂ, ഈ പുസ്തകം എല്ലായിടത്തും എത്തിക്കുക, എല്ലാ കുടുംബങ്ങളിലും എത്തിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയട്ടെ. ഞങ്ങൾ അവിടെ ചെന്ന് 1 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചത്. ആമേൻ. അപ്പോൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതിന്റെ പുറകിൽ ഒരു കാര്യമുണ്ടായിരുന്നു, വീട് കിട്ടുന്നില്ലായിരുന്നു. ഈ ഗോഡൌൺ വിട്ട് ഞങ്ങള് വേറൊരു വീട് കണ്ടുപിടിച്ചു. ആ വീട്ടിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ ആ വീട്ടുകാർ ഞങ്ങള് ഓഗസ്റ്റ് 15-ാം തീയതി വീട് ലഭിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അഡ്വാൻസും കൊടുത്ത് തിരിച്ചു പോന്നു. ഈ ഗോഡൌൺ കാലിയാക്കി ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ വീടിന്റെ മുറ്റത്ത് സാധനങ്ങൾ കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ആ വീട്ടുടയവൻ പറയുകയാണ്, നിങ്ങൾക്ക് വീട് തരത്തില്ല. അപ്പോൾ ഞങ്ങൾ പേടിച്ചു പോയി, ഇനി എന്ത് ചെയ്യും? കാരണം ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറയുകയാണ്, ഞങ്ങൾക്ക് പരിചയമില്ല. അപ്പോ ഞാൻ താടിയൊക്കെ വളർത്തിയ സമയമായിരുന്നു. താടി ഉണ്ടായിരുന്നു, ഫുൾ താടിയായിരുന്നു. അപ്പോൾ ആ സമയങ്ങളിൽ ബീഹാറില് താടി വളർത്തുന്നവർ ക്രിമിനൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ക്രിമിനൽസുകളാണ് താടി വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അറിയത്തില്ല, വീട് തരത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ടായി. അപ്പോൾ വീട്ടുടമസ്ഥൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്. ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു പറഞ്ഞു, നിങ്ങൾ പട്ടാളത്തിലല്ലേ ജോലി ചെയ്യുന്നത്, നിങ്ങളും പുറത്തല്ലേ താമസിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും എന്ന് അറിയാവുന്ന ഹിന്ദിയിലെല്ലാം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഒരു മാസത്തിന് വേണ്ടി വീട് തരാം, 1 മാസത്തിനുള്ളിൽ വേറെ വീട് കണ്ടുപിടിച്ചു കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 1 മാസം അവിടെ താമസിച്ചു. വളരെ പ്രയാസപ്പെട്ട് ഒരു അഗ്നിപരിശോധന എന്ന രീതിയിൽ ഞങ്ങൾ അവിടെ വളരെ പ്രയാസപ്പെട്ട് താമസിച്ച് വീടുകളെല്ലാം നോക്കി. ഒരു വീട് പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു. ഞങ്ങൾക്ക് പേടിയായി. 2 മാസം കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഒന്നും പറയുന്നില്ലല്ലോ. 3 മാസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഞങ്ങളെ വിളിച്ചിട്ട് പറയുകയാണ്, ഒരു കാര്യം ചെയ്തോ, നിങ്ങളെ ഞങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു, നിങ്ങൾ നല്ല പിള്ളേരാന്ന് മനസ്സിലായി. ഒരു കാര്യം ചെയ്തോ, ഈ വീട് നിങ്ങൾക്ക് തരാം, പക്ഷെ ഒരു കാര്യം, നിങ്ങൾ കല്യാണം കഴിച്ചുകൂടെ വന്നാലേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. ചേട്ടാ, ഇത് വളരെ പുലിവാലായല്ലോ. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വന്നിട്ട് ഇല്ലാത്ത സമയത്ത് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു കാര്യമാണല്ലോ എന്ന് ചിന്തിച്ചു. ഇനിയിപ്പോ എന്ത് ചെയ്യും? അപ്പോൾ ഞങ്ങളുടെ പാസ്റ്റർക്ക് ഫോൺ ചെയ്തു. ഞങ്ങളുടെ പാസ്റ്റർ സമയത്ത് വന്നായിരുന്നു, ഞങ്ങൾ അയച്ച പാസ്റ്റർ വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു, പിള്ളേർക്ക് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വീട് ഞങ്ങൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ കാര്യമാക്കി പോകണം എന്ന് പറഞ്ഞു. കാരണം അവിടെ വീട് കിട്ടാനില്ല. വലിയ സ്ഥലം, ഇത് ഗ്രാമപ്രദേശമാണ്, കിടുകിട വിറയ്ക്കുന്ന സ്ഥലമായിരുന്നു. ആ 3 ജില്ലകളെ കിടുകിട വിറപ്പിച്ച തീവ്രവാദികളുടെ ഒരു ദേശമായിരുന്നു. വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ എല്ലാ വീടുകളും അടഞ്ഞിരിക്കും, ആരും പുറത്തേക്ക് പോകത്തില്ല. എന്നും ഡെയിലി കൊലപാതകം, നട്ടുച്ച നേരത്തും ജനങ്ങളെ വെടിവെച്ച് കൊല്ലുന്ന ഒരു സ്ഥലമായിരുന്നു. അങ്ങനെയുള്ള സ്ഥലത്താണ് ഞങ്ങൾ കടന്നു പോയത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് അവിടെ വീട് കിട്ടാനില്ല, ആരും വന്ന് താമസിക്കുകയുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചു, എനിക്ക് ചേട്ടന്മാരുണ്ട്, ചേട്ടൻ കല്യാണം കഴിച്ചിട്ടില്ല, എന്ത് ചെയ്യും? പാസ്റ്റർ പറഞ്ഞു, സുവിശേഷ വേലയാണോ വലുത് അതോ ചേട്ടന്മാരാണോ വലുത് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, സുവിശേഷ വേലയാ വലുത്. അങ്ങനെയാണ് പാസ്റ്ററുടെ കൂടെ ഞാൻ അവധിക്ക് വേണ്ടി, കല്യാണത്തിന് വേണ്ടി കേരളത്തിലേക്ക് കടന്നു വന്നത്. അങ്ങനെ കല്യാണത്തിന് വേണ്ടി കടന്നു വന്നപ്പോൾ പാസ്റ്റർ എന്നെ വീട്ടിലേക്ക്
കൊണ്ടുപോയി. ആമേ, പാസ്റ്റർ പോകുന്നിടത്തല്ല സുവിശേഷ പ്രസംഗത്തിന് വേണ്ടി എന്നെയും കൂടെ കൊണ്ടുപോകും കേരളത്തിൽ വരുമ്പോൾ. അപ്പോൾ കൊണ്ടുപോയപ്പോഴാണ് എൻ്റെ വൈഫ് അനുവിൻ്റെ വീട്ടിൽ അന്ന് ആ പാസ്റ്റർക്ക് പ്രസംഗിക്കണമായിരുന്നു. അങ്ങ് പ്രസംഗിക്കാൻ വേണ്ടി പാസ്റ്റർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് ഞാൻ സാക്ഷിയെല്ലാം പറഞ്ഞു, 1 വർഷത്തെ സാക്ഷിയെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെയുള്ള വീട്ടുകാർ പറഞ്ഞു, ഇവിടെ ഒരു പെങ്കൊച്ചുണ്ട്, ഒരു കല്യാണം ആലോചിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അനുവിനെ എനിക്ക് സഹധർമ്മിണിയായിട്ട് ലഭിച്ചത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ബീഹാറിൽ ഞങ്ങൾ കടന്നുപോയി. കല്യാണം കഴിഞ്ഞ് 1 മാസം ബീഹാറിൽ, ഇവിടെ നിന്ന് 1 മാസം ശേഷം ഞങ്ങൾ ബീഹാറിൽ കടന്നുപോയി. അങ്ങനെ കടന്നുപോയി, അവിടെ കടന്നു ചെന്നു. വളരെ പ്രതികൂലമായിരുന്നു. അന്ന് ഞങ്ങൾക്ക് സിന്ദൂരമോ പൊട്ടോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. കാരണം പെന്തക്കോസ്തർക്ക് പൊട്ടോ വളയോ മാലയോ ഒന്നും തന്നെ ഇല്ലല്ലോ. അപ്പൊ അവിടെ കടന്നു ചെന്നപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴെല്ലാം ആളുകൾ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ പുറകോട്ട് തിരിഞ്ഞ് നോക്കും. എന്നിട്ട് അവരിങ്ങനെ ചിന്തിക്കുന്ന ഇപ്രകാരമാണ്, ഈ പയ്യൻ ഒന്നെങ്കിൽ പെണ്ണിനെ അടിച്ചുകൊണ്ട് വന്നതാണ്, അല്ലെങ്കിൽ ഈ പെങ്കൊച്ചിന് ഭർത്താവില്ലാത്തതാണ്. കാരണം ഭർത്താവ് ഉണ്ടെങ്കിൽ ഇവിടെ സിന്ദൂരം കാണുമല്ലോ, അല്ലെങ്കിൽ വളയുണ്ടായിരിക്കും. കല്യാണം കഴിഞ്ഞാൽ വളയുണ്ടായിരിക്കണം, സിന്ദൂരം ഉണ്ടാകണം. അപ്പോൾ അവിടെയുള്ളവരെല്ലാവരും കൂടി പറഞ്ഞു, എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ ഒരു സിന്ദൂരം ഇടുക അല്ലെങ്കിൽ വളയിടാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു വേണ്ട, സാരമില്ല എന്ന് പറഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടോടുകൂടി അവിടെ അങ്ങനെ താമസിക്കാൻ കർത്താവ് കൃപ നൽകി. അങ്ങനെയാണ് ആ വീട് ഞങ്ങൾക്ക് അവിടെ ലഭിച്ചത്. അങ്ങനെ വീട് 1 മാസത്തിന് വേണ്ടി ലഭിച്ച വീട് 27 വർഷമായിട്ടും ആ വീട് വിടുവാൻ കർത്താവ്, ആമേൻ, ഹല്ലേലൂയ, ഞങ്ങൾക്ക് വിടുവാൻ അനുവദിച്ചില്ല. ആ ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങളുടെ മക്കളുടെ മകന്റെ കല്യാണം വരെ ഇവിടെ വെച്ച് നടത്തിക്കോളാനാ പറഞ്ഞത്. ആ വീട്ടിൽ വന്ന് ഒത്തിരി ഉപദ്രവങ്ങൾ, ഒത്തിരി ആളുകൾ ഭീഷണിപ്പെടുത്തുവാനിടയായി തീർന്നു. ആമേൻ, ഞങ്ങളെക്കുറിച്ച് കേസ് കൊടുത്ത് CID കേസ് കൊടുത്തു. തീവ്രവാദികൾ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അപരിചിതനായ ഒരു മനുഷ്യൻ അവിടെ കടന്നു വന്നു. അദ്ദേഹം കടന്നു വന്ന് ആരാധന കഴിഞ്ഞപ്പോഴേ തന്നെ അദ്ദേഹം ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ ആരാ എന്താന്ന് ചോദിച്ചു. ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആരാന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ID കാർഡ് കാണിച്ചു തന്നിട്ട് പറഞ്ഞു, CID ആണ്, പട്നയിൽ നിന്ന് കടന്നു വന്നതാണ്, നിങ്ങളെക്കുറിച്ച് കേസുണ്ട്, നിങ്ങൾ കേസ് കോർട്ടിൽ പോലീസ് സ്റ്റേഷനിലുണ്ട്, നിങ്ങൾ തീവ്രവാദികൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്, നിങ്ങൾ മതപരിവർത്തനം നടത്തുന്ന 2 കേസുകളാണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അദ്ദേഹം ഞങ്ങളെ ഉപദേശിച്ചു, അങ്ങനെ പറഞ്ഞു വിടുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒത്തിരി ഉപദ്രവങ്ങളും പീഡനങ്ങളിലൂടെ അവിടെ കടന്നു പോകാൻ കർത്താവ് സഹായിച്ചു. ഒരു ദിവസം ഞങ്ങളിങ്ങനെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, ഒരു സ്ഥലത്തൂടെ സുവിശേഷം പ്രസംഗിച്ചു അങ്ങനെ ട്രാക്ട് വിതരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 2 പേര് കടന്നു വന്ന് ഞങ്ങളെ തടഞ്ഞു നിർത്തിയിട്ട് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ആമേൻ, ഇവിടെ ഇത് പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ നിന്ന പുസ്തകം എല്ലാം മേടിച്ചിട്ട് അദ്ദേഹം എൻ്റെ കഴുത്തിൽ കയറി പിടിച്ചു. എന്നിട്ട് കഴുത്ത് ഇങ്ങനെ ഞെരിച്ച് അങ്ങനെ വളരെ ശക്തമായി പിടിച്ച് കഴുത്തിൽ നിന്ന് ചോര വരുവാനിടയായി തീർന്നു. ചേട്ടത്ത് അടിച്ചു. എന്നിട്ട് പറഞ്ഞു, എത്രയും വേഗം ഇവിടെ നിന്ന് വിട്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിട്ടുപോയി. അവിടെ നിന്ന് പോകാൻ നേരത്തെ ദൈവാത്മാവ് പറഞ്ഞു, പേടിച്ച് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് ഈ സുവിശേഷത്തിന്റെ പ്രതി എല്ലാ വീടുകളിലും കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പേടിയുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ എന്ത് ചെയ്തു? വീണ്ടും അപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ആ സുവിശേഷ പ്രതി എല്ലാം അവിടെ കൊടുക്കുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം 1 മാസം ഞങ്ങൾ ആ ഉപദ്രവിച്ച ഗ്രാമത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അതിലൂടെ കടന്നു പോകാൻ കർത്താവ് സഹായിച്ചു. അതിലൂടെ കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മനുഷ്യൻ ഞങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എവിടെ നിന്നാ വന്നത്? ഞങ്ങൾ പറഞ്ഞു, കേരളക്കാരാണ്, സുവിശേഷത്തിന് വേണ്ടി വന്നതാ, കർത്താവിന് യേശുവിനെ കുറിച്ച് പറയാൻ വന്നതാ, എൻ്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അദ്ദേഹം ഒരു ഹൈ കാസ്റ്റ് ആളായിരുന്നു, വളരെ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം ഞങ്ങളെ അങ്ങനെ വലിയ വീട്ടിലേക്ക് കൊണ്ടുപോയി ഞങ്ങൾ ഇരുത്തി ഭക്ഷണമെല്ലാം തന്നതിന് ശേഷം പറഞ്ഞു, എന്നോട് പറയാൻ പറഞ്ഞു നിങ്ങൾ വന്ന ഉദ്ദേശം. ഞങ്ങൾ അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞു. സുവിശേഷം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഇത് വളരെ നല്ലൊരു കാര്യമാണല്ലോ, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഞാനൊരു ഗ്രാമത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം, അവിടെ ഞാൻ ആളുകളെ കൂട്ടി വരുത്താം, നിങ്ങൾ അവിടെ സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞു. ഈ നല്ല കാര്യം അവരും കൂടെ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയത് ഒരു ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. പോയ ഗ്രാമത്തിലേക്ക് എത്താൻ
എത്താറായപ്പോൾ നെഞ്ചു പിടച്ചു. കാരണം എന്തെന്നറിയാമോ? ഏത് ഗ്രാമത്തിൽ വെച്ചാണോ ഞങ്ങളെ അടിച്ച് ഓടിപ്പിച്ചത് ആ ഗ്രാമത്തിലേക്ക് ഇദ്ദേഹം കൊണ്ടുപോകുന്നത്. അപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ ഞാൻ ഗ്രാമത്തിൽ എൻട്രി ചെയ്ത് അപ്പൊ തന്നെ ഞങ്ങളെ സ്വീകരിക്കുവാനായി ഒരു മനുഷ്യൻ കടന്നു വന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ വീണ്ടും നെഞ്ചു പിടച്ചു. കാരണം ഞങ്ങളെ അടിക്കുവാൻ വന്ന അടിച്ച ആ സ്നേഹിതനാണ്, ആ മനുഷ്യനാണ് മുന്നിലേക്ക് കടന്നു വന്നത്. ഞങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പേടിച്ചു. അപ്പോൾ ഈ നേതാവാണ്, ഇദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. ഇദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം പ്രണാം ചെയ്തിട്ട് പറഞ്ഞു, എന്താ കാര്യം? അപ്പോൾ ഈ അടിച്ച വ്യക്തിയോട് ഈ നേതാവ് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ഈ ഗ്രാമത്തിലുള്ള എല്ലാ വീട്ടിൽ ചെന്നിട്ട് പറയണം, പെട്ടെന്ന് ഇവിടെ കൂടി വരണം, ഇവിടെ പുറത്തു നിന്ന് രണ്ടുപേര് വന്നിട്ടുണ്ട്, അവരുടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങളെ അടിച്ച മനുഷ്യൻ എല്ലാ വീടാന്തരം കയറി ഇറങ്ങി, എല്ലാ വീട്ടിലും കയറി ഇറങ്ങിയിട്ട് അദ്ദേഹം എല്ലാവരും വിളിച്ചു. ഏകദേശം ഒരു 90 പേരെങ്കിലും അവിടെ അന്നോട് കൂടിയിട്ടുണ്ടാകും. ഇത് ആരാ കൂടിയെന്നറിയുമോ? ഹൈ കാസ്റ്റ് ടീമുകളാ, രാജ്പൂത്ത് എന്ന് പറയുന്നവരെ, ക്ഷത്രിയന്മാര്. അവരോട് 3/4 മണിക്കൂർ സുവിശേഷം പ്രസംഗിച്ചു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ അനേകര് കടന്നു വന്നു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വന്ന് എന്റെ കാതിൽ വന്നു വീണു. അദ്ദേഹം വീണ്ടും പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം സാറേ, ക്ഷമിക്കണം. അപ്പോൾ നേതാവ് ചോദിച്ചു, എന്താ സംഭവിച്ചേ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, 1 മാസം മുമ്പ് ഞങ്ങള് ഇവരെ അടിച്ചോടിപ്പിച്ചതാണ്. ഇവർ ഇത്രയും നല്ല കാര്യമാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ നേതാവ് പറഞ്ഞു, നിങ്ങളുടെ ദൈവം എത്രയോ നല്ല ദൈവമാണ്, ആമേ, നിങ്ങളുടെ യേശു എത്രയോ നല്ലവനാണെന്ന്. പ്രിയപ്പെട്ടവരെ, ആ ഗ്രാമത്തിൽ ഇന്ന് ആ ഗ്രാമത്തിൽ നിന്ന് പോലും ആളുകൾ പ്രാർത്ഥനയ്ക്കായി കടന്നു വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട കാര്യം പറയട്ടെ, എവിടെ നമ്മൾ അപമാനിക്കപ്പെടുന്നുവോ അവിടെ എല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. ഏതെല്ലാം ഗ്രാമം നമ്മളെ തള്ളിവിടുന്നുവോ ഗ്രാമത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവർ, ഞാൻ ഒരു കാര്യം പറയട്ടെ, 7 വർഷം ഞങ്ങൾ അവിടെ കാത്തു നിന്നിട്ട് ഒരു ആത്മാക്കളെ കിട്ടിയില്ല. എന്നാൽ ധീരെ വളരെ വളരെ പ്രയാസപ്പെട്ട ആളുകൾ ഓരോരുത്തർ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ദേശത്ത് വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. നാം നിന്ന് കൊടുത്താൽ ദൈവത്തിന്റെ മഹത്വം ദേശത്ത് വെളിപ്പെടും. പ്രിയമുള്ളവരെ, ഞങ്ങൾ വെല്ലുവിളിച്ചു പറഞ്ഞു, ഇവിടെ ഒരു സുവിശേഷകരും ഒരു ക്രിസ്ത്യാനികളും ഇവിടെ ഉണ്ടായിരിക്കില്ലെന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്ന് നല്ലൊരു സഭ ദൈവം അവിടെ തരുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആ സ്ഥലത്ത് ഞങ്ങൾ കടന്നു ചെന്നു. അവിടെ കടന്നു ചെന്നപ്പോൾ ഞങ്ങൾ ഒരു വീട്ടിൽ ഒരു സുവിശേഷ പ്രതി കൊടുത്തിട്ടാണ് ഞങ്ങൾ കടന്നു വന്നത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ കടന്നു വരാമെന്ന് പറഞ്ഞു. ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഒരാൾ കടന്നു വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ വൈഫും, ഞങ്ങൾ 2 ഫാമിലിയാണ്. ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, പിള്ളേര് മാത്രമാണ് ആരാധനയ്ക്കുള്ളത്, വേറെ ആരുമില്ല. അപ്പോൾ ഞങ്ങൾ പാതിരിച്ചിങ്ങനെ ഇരിക്കും, വിശ്വാസത്താൽ ഇങ്ങനെ ഇരിക്കും, ആരെങ്കിലും കടന്നു വരുമല്ലോ എന്ന്. അപ്പോൾ ഇദ്ദേഹം ഞങ്ങളോട് പറഞ്ഞതാണ്, വരാമെന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം സൺഡേയിൽ കടന്നു വന്നില്ല. അതിനകത്തിപ്പോൾ ഞങ്ങൾ സൺഡേ ഈവനിങ്ങില് അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് ഞങ്ങളെ കയറ്റില്ല. ഞങ്ങൾ കൊടുത്ത പുസ്തകം അദ്ദേഹം വലിച്ചെറിഞ്ഞു. എറിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളുടെ പുസ്തകം കൊണ്ട് നിങ്ങൾ പൊക്കോണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചു, എന്താ കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു തെറ്റായ കാര്യമുണ്ട്. എന്താ തെറ്റായ കാര്യം? അദ്ദേഹം പറഞ്ഞു, ഒരു മനുഷ്യൻ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി തിരിച്ചു വന്നപ്പോൾ കാളക്കുട്ടിയെ അറുത്ത് ഭക്ഷണം കൊടുത്ത കാര്യം ഇതിൽ എഴുതിയിട്ടുണ്ട്. കാളക്കുട്ടിയെ തിന്നുന്ന കാര്യമാണോ നിങ്ങളുടെ യേശു പഠിപ്പിച്ചത്? അതുകൊണ്ട് ഞങ്ങളുടെ പരിസ്ഥിതിയോട് ഒരിക്കലും നിങ്ങൾ തിരിച്ചു വരാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി, നമ്മൾ ഇവിടെ തിന്നുന്ന പോത്തും കാളയൊന്നും നോർത്ത് ഇന്ത്യയിൽ വില പോവത്തില്ല എന്ന് മനസ്സിലായി. ആമേൻ. അങ്ങനെ ഞങ്ങൾ വീണ്ടും നിരാശപ്പെട്ടു പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് വിശ്വാസത്താൽ ഞങ്ങൾ മുന്നേറിയപ്പോൾ വളരെ പ്രയാസത്തോടുകൂടെ ഞങ്ങൾ ഒരു കൺവെൻഷൻ അവിടെ നടത്തുവാനിടയായി തീർന്നു. ഞങ്ങൾ ഈ കൺവെൻഷൻ നടത്തിയ എങ്ങനെയാണെന്നറിയാമോ? ഞങ്ങൾ ഈ OM നിന്ന് കിട്ടിയ പുസ്തകങ്ങൾ 5 രൂപയ്ക്ക് മേടിച്ച പുസ്തകം 10 രൂപയ്ക്ക് വിൽക്കും. അങ്ങനെ 5 രൂപയ്ക്ക് കൂട്ടി വെച്ച് 25,000 രൂപ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു കൺവെൻഷൻ വെക്കുവാൻ തീരുമാനിച്ചു. ആമേൻ. സമയം പോയി. പ്രൈസ് ദി ലോർഡ്. ഞാൻ 5 മിനിറ്റ് കൊണ്ട് നിർത്തിയേക്കാം. 12 മണിക്കല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളപ്പോൾ വളരെ സന്തോഷമായി ഒരു കൺവെൻഷൻ നടത്താമല്ലോ. ഇന്ത്യ മിഷന്റെ ആദ്യത്തെ കൺവെൻഷൻ. ആമേൻ. ഞങ്ങൾ കൺവെൻഷൻ നടത്തുവാൻ ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ ഒരു അമ്പലത്തിന്റെ മുറ്റത്താണ് ഞങ്ങൾ കൺവെൻഷൻ നടത്തിയത്. 2 അമ്പലമുണ്ട്. ആ 25,000 യാദവന്മാര് താമസിക്കുന്ന ഒരു ഗ്രാമമായിരുന്നു. ആ ഗ്രാമത്തിൽ ഞങ്ങൾ കടന്നു ചെന്ന് കൺവെൻഷൻ നടത്തുവാൻ തീരുമാനിച്ചപ്പോൾ ഇവര് യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ യേശുവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. അനേകർക്ക് വിടുതൽ കിട്ടുന്നു, സൗഖ്യം കിട്ടുന്നു. ഇതെല്ലാം ഉള്ളത് കൊണ്ട് അവർക്ക് വലിയ
സന്തോഷമായി. അപ്പോൾ ഞങ്ങൾ ആ കൺവെൻഷൻ നടത്താൻ തീരുമാനിച്ചപ്പോൾ അമ്പലത്തിന്റെ കമ്മിറ്റിക്കാരൻ പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് സൗണ്ട് സിസ്റ്റം തന്നേക്കാമെന്ന് പറഞ്ഞു, ജനറേറ്റർ തരാമെന്ന് പറഞ്ഞു. അവിടെ മുറ്റത്ത് പന്തലിട്ട് ഞങ്ങൾ കൺവെൻഷൻ നടത്തി. ഒന്നാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ വിവരം മനസ്സിലായി, ഇത് വേറെ റൂട്ടാണെന്ന് അമ്പലത്തിലെ കമ്മിറ്റിക്കാർക്ക് മനസ്സിലായി. ഉടൻ തന്നെ അവർ വന്ന് ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കി, ഇത് നിങ്ങൾ ജനറേറ്റർ കട്ട് ചെയ്തു, ഇനി പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ കൺവെൻഷൻ നടത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ അമ്പലത്തിന്റെ താഴിക കുടത്തിന്റെ മുകളിൽ കയറി ഞങ്ങൾ മൈക്രോഫോൺ കെട്ടിവെച്ച്, ഇത് നുണയല്ല പറയുന്നത്, സത്യമാണ്, ഞങ്ങൾ അങ്ങനെ കൺവെൻഷൻ നടത്തി. ആ കൺവെൻഷൻ നടത്തിയപ്പോൾ 1500 പേരെങ്കിലും അവിടെ കൺവെൻഷനിൽ വന്നുകൂടി. പ്രൈസ് ദി ലോർഡ്. ആദ്യമായിട്ട് ആ ചരിത്രത്തിൽ ആദ്യമായിട്ട് 25,000 യാദവന്മാര് മാത്രം തിങ്ങിപ്പാർക്കുന്ന ആ ഗ്രാമത്തിൽ ഞങ്ങൾ കൺവെൻഷൻ നടത്തി. ആ കൺവെൻഷൻ രണ്ടാമത്തെ ദിവസം പ്രസംഗിക്കാൻ വന്ന ദൈവദാസൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ ആളുകളെല്ലാം എഴുന്നേറ്റ് പോകുവാനിടയായി തീർന്നു. അപ്പോൾ ഞങ്ങൾക്ക് വളരെ ദുഃഖം തോന്നി. അയ്യോ, എന്ത് സംഭവിച്ചു? ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നോ, ഇന്നെന്നാ സംഭവിച്ചേ? ആളുകൾ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എഴുന്നേറ്റ് പോയി. അപ്പോൾ ഞങ്ങൾക്ക് സങ്കടം തോന്നി. അപ്പോൾ ഞങ്ങള് പിറ്റേ ദിവസം രാവിലെ തന്നെ അവിടെ കടന്നു ചെന്നിട്ട് ചോദിച്ചു. ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ടായിരുന്നു, അദ്ദേഹം ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത മനുഷ്യനാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ സംഭവിച്ചത്? രാത്രിയിലെ മീറ്റിംഗ് നടന്നു വന്നപ്പോൾ ഒത്തിരി പേര് കടന്നുപോയല്ലോ, തിരിച്ചു പോയല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ യേശു ഒരു തെറ്റ് ചെയ്തു. എന്താ തെറ്റ് ചെയ്തത്? അവിടെ അന്ന് പ്രസംഗിച്ച വിഷയം 5 അപ്പവും 2 മീനെ കുറിച്ചുള്ള പ്രസംഗമായിരുന്നു. അദ്ദേഹം പ്രസംഗിച്ചത് 5 അപ്പവും 2 മീനെ കുറിച്ചുള്ള പ്രസംഗമായിരുന്നു. ഈ പ്രസംഗം കേട്ട വഴി ആളുകൾ എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. അപ്പോൾ ഈ ഹെഡ് മാസ്റ്റർ എന്നോട് പറഞ്ഞ ഒരു കാര്യം എന്തെന്നറിയാമോ? നിങ്ങളുടെ യേശു ഒരു തെറ്റ് ചെയ്തു. ഞാൻ ചോദിച്ചു, എന്ത് തെറ്റാ ചെയ്തത്? യേശുവിന് 5 അപ്പവും പച്ചക്കറിയും എന്തുകൊണ്ട് കൊടുത്തുകൂടായിരുന്നു? ഈ 5 അപ്പവും പച്ചക്കറിയും കൊടുക്കാത്തത് കൊണ്ടല്ലേ ഞങ്ങളുടെ ആളുകൾ എഴുന്നേറ്റ് പോയത്? ഈ മീനെ ഞങ്ങളുടെ ഗ്രാമത്തിൽ ആരും തിന്നത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് മനസ്സിലായി. പോത്തിന്റെ കഥയും പാടില്ല, മീനിന്റെ കഥയും പാടില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ പ്രയാസപ്പെട്ടു. അടുത്ത ദിവസവും ഞങ്ങൾ ഇങ്ങനെ കൺവെൻഷൻ അവിടെ നടത്തി. പ്രിയപ്പെട്ടവരെ, ആ കൺവെൻഷൻ മുഖാന്തരം അനേക രോഗികൾക്ക് സൗഖ്യമാകുവാനിടയായി തീർന്നു. അങ്ങനെ അവിടെ കർത്താവിന്റെ വേല അങ്ങനെ വർദ്ധിക്കുവാൻ കർത്താവ് കൃപകൾ നൽകി. ഞാൻ പറയേണ്ട താല്പര്യം എന്തെന്നറിയാമോ? നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇതെല്ലാം വെറുതെയാണെന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ നടന്നു പോകാമെന്ന്. എന്നാൽ ഈ മീനെ ദൈവമായി കാണുന്ന ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ. അവര് മീനെ കുറിച്ചുള്ള കഥ കേൾക്കുമ്പോൾ തന്നെ പാപം ചെയ്യുന്നു എന്നുള്ളത് ചിന്താഗതി കൊണ്ട് നടക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ഗ്രാമത്തിലെ ഞങ്ങൾ കടന്നുപോയി പ്രവർത്തിക്കുവാൻ കർത്താവ് സഹായിച്ചത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം പറയട്ടെ, നമ്മളിവിടെ യേശുവിനെ കേട്ട് 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 മടുത്തിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം പോലും കേൾക്കുവാൻ ആളില്ലാത്ത, പറയുവാൻ ആളില്ലാതെ ഭാരപ്പെടുന്ന ഉത്തരേന്ത്യ ഗ്രാമങ്ങളുണ്ട്. പാസ്റ്റർക്കറിയാം, പല ഗ്രാമങ്ങളിൽ കടന്നിരുന്നു. ഇവിടെ നമ്മൾ മീറ്റിങ്ങിന് സമയം നോക്കിയിരിക്കുമ്പോൾ, ഈ സഭയിലല്ലാത്ത ഭാഷ പറഞ്ഞു ഇവിടെ സമയമില്ലെന്ന്. ഞങ്ങളുടെ അവിടുത്തെ സഭയിൽ സമയമില്ല. ആമേൻ. ഞങ്ങൾ മീറ്റിംഗ് 9 മണിക്ക് തുടങ്ങും, ചിലപ്പോൾ 1:30 2 മണിക്കൊക്കെ അവസാനിക്കും. അതുപോലെ അവിടുത്തെ മീറ്റിംഗ്, ഞങ്ങളുടെ അവിടുത്തെ എൻ്റെ ചർച്ചിലെ മീറ്റിംഗ് അങ്ങനെയാണ്. പുതിയ സഭയാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ നമ്മളിവിടെ സമയം നോക്കിയിരിക്കുമ്പോൾ അവർക്ക് സമയമില്ല. അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ പോകത്തില്ല, അവരിങ്ങനെ കേട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു പ്രാവശ്യം കൂടെ ഒരു പ്രാവശ്യം യേശുവിനെ കുറിച്ച് കേൾക്കുവാൻ അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരുണ്ട് അവിടെ. ആമേൻ. നമ്മളിവിടെ കേട്ടവരോട് വീണ്ടും വീണ്ടും സുവിശേഷം ഘോഷണ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അവിടെ ഒരു പ്രാവശ്യം കേൾക്കാത്തവരുണ്ട്. 5 അപ്പവും 2 മീനും വാഴ്ത്തി ശുദ്ധീകരിച്ച് നുറുക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ പന്തിയായിട്ട് ഇരുത്തുവാനാ പറഞ്ഞത്. പന്തിയായിട്ട്. കാരണം എന്തെന്ന്, കിട്ടിയവർക്ക് തന്നെ വീണ്ടും കിട്ടരുത്. എന്നാൽ ഇന്ന് പന്തിയിൽ തന്നെ ഇന്ന് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സുവിശേഷ വേല ചെയ്യുന്നതും പന്തിയിലേക്കാണ്. നമ്മുടെ കൺവെൻഷൻ പ്രസംഗങ്ങളും പന്തിയിലാണ്. പന്തി വിട്ട് നമ്മൾ പുറത്തേക്ക് പോകുന്നില്ല. ആമേൻ. നമുക്കൊരു കാര്യം തീരുമാനിക്കണം. ഈ പന്തി വിട്ടൊന്ന് പുറത്തു പോകുമ്പോഴാ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഉള്ളിലല്ല ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. സഭയെ ദൈവം ചിലത് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? സഭയെ ദൈവം ചില കൃപകളെ നൽകിയിട്ടുണ്ട്, കൃപാവരങ്ങളെ നൽകിയിട്ടുണ്ട്. ഈ പന്തി വിട്ടു പോകണം. പ്രൈസ് ദി ലോർഡ്. സഭ ഇറങ്ങണം. ആമേൻ. സഭ ഇറങ്ങിയാൽ ദേശത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും.
സഭയിറങ്ങണം. യെരിഹോവിൽ നിന്ന് യെരൂശലേമിലേക്ക് കടന്നുപോയ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ യെരിഹോവിൽ അവനെ ഉപദ്രവിച്ച് അവിടെ ഇട്ടു കഴിഞ്ഞപ്പോൾ അവിടെ നല്ല സമരക്കാരൻ കടന്നു വന്നു. അദ്ദേഹം കടന്നു വന്നിട്ട് എന്താ ചെയ്തെന്നറിയാമോ? അദ്ദേഹം വീഞ്ഞ് പകർന്നു. അദ്ദേഹം ആ മുറിവുകളെ കെട്ടുവാനിടയായി തീർന്നു. അദ്ദേഹം കഴുതപ്പുറത്ത് കയറ്റി അതിനെ വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, ഇതാണ് സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം. സഭയ്ക്ക് ദൈവം വീഞ്ഞ് പകർന്നിട്ടുണ്ട്. എന്നാൽ വീഞ്ഞ് എവിടെയാ ഉപയോഗിക്കുന്നത്? ഈ പന്തിയിൽ തന്നെ വിളമ്പുവാനുള്ളതല്ല. അനേകര് മുറിവേറ്റ് പുറത്ത് കിടക്കുന്നുണ്ട്. അനേകര് ശത്രുവിന്റെ ആക്രമണത്താൽ, അനേകര് ശത്രുവിന്റെ പീഡയാൽ പുറത്ത് കിടക്കുന്നുണ്ട്. അവരിലേക്ക് വീഞ്ഞെന്ന് പകർന്നു കൊടുക്ക. ആമേൻ. നമ്മൾ പകർന്നിരിക്കുന്ന വീഞ്ഞ് ഈ പന്തി ഇരിക്കുവാനുള്ളതല്ല, കൊടുക്കുവാനുള്ളതല്ല. ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനാ. എന്താ? സഭയ്ക്ക് ദൈവം വീഞ്ഞ് പകർന്നിട്ടില്ലേ? സഭയ്ക്ക് ദൈവം കുതിരകളെ തന്നിട്ടില്ലേ? സഭയ്ക്ക് ദൈവം തുണികളെ തന്നിട്ടില്ലേ? ശുശ്രൂഷിക്കാനുള്ള കൃപകള് തന്നിട്ടില്ലേ? സഭ എവിടെയാ കിടക്കുന്നത്? സഭ ഇന്ന് പുറത്തേക്ക് പോകേണ്ടിയിരിക്കുന്നു. യെരിഹോവിലേക്ക് സഭ മടങ്ങി വരട്ടെ. യെരിഹോവിലേക്ക് പോയി കഴിഞ്ഞാൽ സഭയിൽ ആത്മാക്കളെ കൊണ്ട് ദൈവം നിറയ്ക്കുവാൻ ഇടയായി തീരും. പോകുവാൻ സന്നദ്ധനാണെങ്കിൽ ആത്മാക്കളെ തരുവാൻ ദൈവം വിശ്വസ്തനാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് നാം പോകുവാൻ തയ്യാറാണോ? സഭയെ വളർത്തുന്ന ദൈവമുണ്ട്. നാം നമ്മിൽ തന്നെ നിക്ഷിപ്തമായി ഇരിക്കുവാനല്ല, വീഞ്ഞ് പകർന്നു കൊടുക്കുവാൻ നാം പോയി കഴിഞ്ഞാൽ മുറിവേറ്റ് കിടക്കുന്ന അനേക ആയിരങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇടങ്കയോ വലങ്കയോ തിരിച്ചറിയാതെ പാപത്തിന്റെ പടുകുടി കിടക്കുന്ന അനേകരുണ്ട്. അവരിലേക്ക് നമുക്കൊന്ന് പോകുവാനിടയാകണം. എത്ര പേര് തയ്യാറാണ്? നാം പോകാത്തത് കൊണ്ടാ ആത്മാക്കൾ വരാത്തത്. പോകുവാൻ തയ്യാറായാൽ ആത്മാക്കളെ ദൈവം തരുമെന്നേ. ദൈവം തരും. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടാ പറയുന്നത്. നാം ഇരുന്ന് കഴിഞ്ഞാൽ ആർക്കും പ്രയോജനം ഉണ്ടാവുകയില്ല. 4 കുഷ്ഠരോഗികൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സദ്വർത്തമാന ദിവസമാണ്. ഇന്ന് നാം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ദോഷക്കാരായി മാറും. അതുകൊണ്ട് നമുക്ക് പാളയത്തിലേക്ക് കടന്നു ചെല്ലാം. എത്ര പേര് പോകാൻ തയ്യാറാണ്? നമ്മെ ഏൽപ്പിച്ച ഒരു ദൗത്യമുണ്ട്. വീഞ്ഞ് പകരുവാനും വഴിയരികിൽ അനേകര് കിടക്കുന്നുണ്ട്. നാം പോകുവാൻ തയ്യാറായി കഴിഞ്ഞാൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ഞങ്ങൾ അവിടെ പ്രവർത്തിച്ചു. പ്രിയപ്പെട്ടവരെ, ആത്മാക്കള് തരുമെന്ന ആശയോടുകൂടി അവിടെ നിന്നത്. എന്നാൽ അവിടുത്തെ ആദ്യത്തെ സ്നാനം നടന്നു. ആദ്യത്തെ സ്നാനം എങ്ങനെ നടന്നെന്നറിയാമോ? ഞങ്ങൾ ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങൾ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള ആളുകളൊന്നുമില്ല. ഞങ്ങള് ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമേ ഉള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു അപ്പച്ചൻ ഒരു പ്രാന്തനെ പോലെ അങ്ങോട്ട് കയറി വന്നു. ഒരു അപ്പച്ചൻ കയറി വന്നിട്ട് ഞങ്ങൾ പേടിച്ചു പോയി. സുവിശേഷ വിരോധികളായിരിക്കുമോ? കാരണം ഞങ്ങൾ താമസിക്കുന്ന വീട് 3 പ്രാവശ്യം കവർച്ച നടന്ന വീടാണ്. അവിടെ സുവിശേഷ വിരോധികളാൽ വളരെ ഉപദ്രവമുള്ള സ്ഥലമാണ്. അപ്പൊ ഈ അപ്പച്ചൻ ഇങ്ങനെ കയറി വന്നപ്പോൾ പേടിച്ചു പോയി. അതെന്ന് മനസ്സിലായില്ല. അപ്പച്ചൻ ചോദിച്ചു, നിങ്ങളാണോ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത്? അതെ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അപ്പച്ചൻ ചോദിച്ച ചോദ്യമുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് താമസിച്ചു വന്നു? കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് എന്തുകൊണ്ട് ഇവിടെ വന്നില്ല? അപ്പൊ ഞങ്ങൾ ചോദിച്ചു, എന്ത് കഥയാണ് ഇത്? കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ ഇവിടെ വന്നില്ല എന്ന് ചോദിക്കാൻ എന്താ കാരണം? അപ്പോൾ അപ്പച്ചൻ പറയുകയാണ്, മക്കളെ, നിങ്ങളൊരു 30 വർഷം മുമ്പ് വന്നായിരുന്നെങ്കിൽ ഇത്ര കഷ്ടപ്പാട് എനിക്ക് ഉണ്ടാവുകയില്ലെന്ന് അപ്പച്ചൻ പറഞ്ഞപ്പോൾ അപ്പച്ചൻ തന്റെ അനുഭവം പറയുകയാണ്. ഞങ്ങൾ വരുന്നതിന് 30 വർഷം മുമ്പ് അപ്പച്ചൻ റേഡിയോയിലൂടെ സുവിശേഷം കേട്ടു. ഒരു പ്രഭാകർ എന്ന് പറയുന്ന ഒരു അപ്പച്ചൻ റേഡിയോ തുറന്നപ്പോൾ സിനിമാ പാട്ടിന് വേണ്ടി ട്യൂൺ ചെയ്തപ്പോൾ കിട്ടിയത് ശ്രീലങ്കയിൽ നിന്നുള്ള സുവിശേഷ പ്രസംഗമാണ്. അദ്ദേഹം സുവിശേഷം പ്രസംഗം കേട്ടു. അദ്ദേഹം ശ്രദ്ധയോടെ കേട്ടു. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അദ്ദേഹം ചിന്തിച്ചു, അയ്യോ, യേശുവിനെ കുറിച്ച് ആദ്യമായി കേട്ടു. അദ്ദേഹം യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. എന്നും കേൾക്കും. കേട്ട് അപ്പച്ചൻ ഒരു കാര്യം മനസ്സിലായി. സ്നാനപ്പെടണമെന്ന്. അന്ന് അപ്പച്ചനല്ലായിരുന്നോട്ടെ, 30 വർഷം മുമ്പുള്ള കാര്യം. ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ അപ്പച്ചനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം ആ സുവിശേഷം കേട്ട് കഴിഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി. ആമേൻ. ബൈബിൾ വേണമെന്ന് ബൈബിൾ സൊസൈറ്റിയിൽ നിന്നൊരു ബൈബിൾ അദ്ദേഹം ബൈ പോസ്റ്റ് ആയിട്ട് എങ്ങനെയോ വാങ്ങിച്ചു.
അതിനുശേഷം ബൈബിൾ വായിച്ചപ്പോൾ മനസ്സിലായി വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും. അപ്പോൾ അപ്പച്ചൻ മനസ്സിലായി സ്നാനപ്പെടണമെന്ന്. അപ്പച്ചൻ ഒരു കാര്യം ചെയ്തു. സ്നാനപ്പെടാൻ വേണ്ടി ആ ജില്ല മുഴുവനും നടന്നിട്ട് യേശുവിനെ കുറിച്ച് പറയുന്നവർ ആരെയും കണ്ടുകിട്ടിയില്ല. അപ്പച്ചൻ ചിന്തിച്ചു, ഇനി എന്ത് ചെയ്യും? അപ്പച്ചൻ ഗംഗാ നദിയിൽ പോയി തന്റെ തലയിൽ കൈവച്ച് സ്വന്തമായി സ്നാനപ്പെട്ടു. അപ്പച്ചൻ സ്വന്തമായി സ്നാനപ്പെട്ട് 30 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ അവിടെ കടന്നു ചെന്നത്. അന്ന് മുതൽ അപ്പച്ചന്റെ മനസ്സിൽ ആഗ്രഹമായിരുന്നു, ഈ സ്നാനപ്പെട്ടതിന് ശേഷം ഈ ഉപദേശം ശരിയായിട്ട് പറയുന്ന ദൈവദാസന്മാർ വേണമെന്നുള്ള ചിന്താഗതിയോടെ അപ്പച്ചൻ താമസിക്കുന്നു. ഇത് കേട്ട് ഇതൊരു കഥയല്ല കേട്ടോ, യാഥാർത്ഥ്യമാണ്, സത്യമാണ് ഈ പറയുന്നത്. അപ്പച്ച 30 വർഷം കാത്തു നിൽക്കേണ്ടി വന്നു തൃശ്ശൂരിൽ നിന്ന് ഞങ്ങളെ അവിടെ എത്തിക്കുവാൻ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതുപോലെ എത്രയോ ആളുകളെ കാത്തിരിക്കുന്നത്. നാം ചെല്ലുവാൻ വൈകിയാൽ ജനങ്ങൾ നാശത്തിലേക്ക് കടന്നു പോകും. ഞാൻ ചെല്ലുവാൻ വൈകിയാൽ അനേകര് പാപത്തിന്റെ പടുക്കുഴിൽ വീഴുവാനിടയായിത്തീരും. അന്ന് ആദ്യമായിട്ട് ഞങ്ങളുടെ സ്നാനം അപ്പച്ചനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് അവരെ സ്നാനപ്പെടുത്തുവാനിടയായിത്തീരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങളുടെ സഭയിലേക്ക് ആളുകൾ കടന്നു വന്നു. ഒത്തിരി പ്രതിസന്ധികൾ നേരിട്ടു. അന്നൊന്നും ഞങ്ങൾക്ക് പൈസയോ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഒരു വർഷം മുഴുവനും ഒരു മണി ഓർഡർ കിട്ടിയിരുന്നു. ആ മണി ഓർഡറിൽ ഇപ്രകാരം എഴുതിയിരുന്നു. എന്താ എഴുതിയെന്നറിയാമോ? ഈ മണി ഓർഡർ ഞങ്ങൾ തരികയാണ്, ഞങ്ങളുടെ പേരോ അഡ്രസ്സോ ഒന്നും തന്നെ വെക്കുന്നില്ല, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ മുഖം വെളിപ്പെട്ട് കിട്ടി. അപ്പോൾ ഞങ്ങൾ ഈ പൈസ അയക്കുകയാണ്. 900 രൂപ എല്ലാ മാസവും ഞങ്ങൾക്ക് വരുമായിരുന്നു. ദൈവത്തിന് വേണ്ടി ഇറങ്ങിയാൽ എന്തെങ്കിലും ദൈവം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതിൽ ഒത്തിരി കഥകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം ഞങ്ങളെ നടത്തി. ഇന്ന് പട്ടണത്തിൽ നല്ലൊരു സഭ ദൈവം തരുവാൻ ഇടയായി തീർന്നു. ഒത്തിരി ഉപദ്രവങ്ങളെ, ഒത്തിരി പ്രതിസന്ധികൾ നേരിടുവാൻ കർത്താവ് സഹായിച്ചുവെങ്കിലും അവിടെ തളർന്നു പോകാതെ നിൽക്കുവാൻ കർത്താവ് കൃപകളെ നൽകി. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു കാര്യമുണ്ട്. നാം പോകുവാൻ സന്നദ്ധരായാൽ ആത്മാക്കളെ ദൈവം തരും. ഇന്ന് അനേകായിരങ്ങളെ ആ ജില്ലയിൽ നിന്ന് കർത്താവിനെ അറിയുന്നുണ്ട്. ആമേ. ഒരു സംസ്കാരം പോലും ഇല്ലാത്ത ജനങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളവിടെ താമസിച്ച സ്ഥലം ഒരു ക്രിമിനൽ ബെൽറ്റ് ആയിരുന്നു. അവിടെയുള്ള ക്രിമിനൽസുകളോട് പോലും സുവിശേഷം പറയുവാൻ കർത്താവ് സഹായിച്ചു. അവിടെ പറഞ്ഞ പോലീസ് പോലും എൻകൗണ്ടർ നടത്തില്ല അവരുടെ അടുത്തേക്ക്. വളരെ പേടിയായിരുന്നു. 3 ജില്ലകളെ കിടുകിട വിറപ്പിച്ച മനുഷ്യൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ കടന്നു എന്ന് സുവിശേഷം പറയുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകി. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം മരിക്കുന്ന 1 മാസം മുമ്പ് ഞങ്ങൾ ആ വീട്ടിൽ കടന്നു ചെന്നു. ഞങ്ങൾക്കറിയാൻ മേലായിരുന്നു അദ്ദേഹത്തിന്റെ വീടാണെന്നുള്ള വീടോ. അദ്ദേഹം ഒരു കുതിരപ്പുറത്ത് ഒരു ബുള്ളറ്റൊക്കെ ഇങ്ങനെ മാല പോലെ ഇട്ട്, ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, മാല പോലെ ഇട്ട് കുതിരപ്പുറത്ത് തോക്കുമായിട്ട് ഇങ്ങനെ കടന്നു വന്ന് ഞങ്ങൾ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി. എന്നിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ സുവിശേഷ പ്രതി കൊടുത്തു. സുവിശേഷം പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, ആ വീട്ടിൽ കൊടുത്തു എന്ന് ചോദിച്ചു. കൊടുത്തു എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അതെന്റെ വീടാണ്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിൽ ചിന്തിച്ചു, ഇദ്ദേഹം വലിയൊരു മനുഷ്യനായിരിക്കുമല്ലോ എന്ന് ചിന്തിച്ചു. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു വഞ്ചി ഉണ്ടാക്കുന്ന ആളുകളിൽ നിന്ന് വഞ്ചി ഉണ്ടാക്കിയ. ഞങ്ങൾ ചോദിച്ചു, ആർക്ക് വേണ്ടിയാണ് വഞ്ചി ഉണ്ടാക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഒരാൾ പോയി കണ്ടില്ലേ? അദ്ദേഹത്തിന്റെ പേരെന്താ? അദ്ദേഹം പറഞ്ഞു, രാജൻ. അദ്ദേഹത്തിന്റെ പേര് ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. ഇദ്ദേഹത്തിന്റെ പേര് ഞങ്ങളവിടെ ചെന്നപ്പം വന്ന് കേൾക്കുന്ന പേരാ. അവിടെ ആളുകാർ പറയാൻ പേടിക്കുന്ന പേരാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അദ്ദേഹമാണോ ഇത്? അപ്പോൾ അവർ പറഞ്ഞു തന്നറിയാമോ, ഈ വള്ളം അടുത്ത ദിവസം ഞങ്ങള് ഗംഗയിലേക്ക് ഇറക്കാൻ പോവുകയാണ്. 12 കുഞ്ഞുങ്ങളെ ഗംഗാനദിക്ക് വേണ്ടി ദാനമായി കൊടുക്കും. 12 പെൺമക്കളെ ഗംഗാനദിയിലേക്ക് എറിഞ്ഞു കളയും. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, ദേവിയുടെ പ്രസാദത്തിനു വേണ്ടി. അങ്ങനെയാണ് ഞങ്ങളോട് പറഞ്ഞത്. എന്നാൽ അവരോടെല്ലാം സുവിശേഷം പറയുവാൻ കർത്താവ് സഹായിച്ചു. ഞങ്ങൾ സുവിശേഷം പറഞ്ഞ് ഏകദേശം 1 മാസം ആയപ്പോഴേക്കും അദ്ദേഹത്തെ വന്ന് എതിരാളികൾ വന്നിട്ട് 25 പേര് കൂടി വെടിവെച്ച് അദ്ദേഹത്തെ കൊന്നു. അങ്ങനെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ ദേശത്ത് വലിയ സന്തോഷം. ആ ദേശം ഇപ്പോൾ രാത്രി 12 മണിക്കോ 1 മണിക്കോ കടന്നു പോയാലും അവിടെ യാതൊരു ബുദ്ധിമുട്ടും അവിടെ ഇല്ല. എങ്ങും ശാന്തതയുണ്ടായി. അവിടെയുള്ള ചെറുപ്പക്കാർ പറയും, നിങ്ങൾ വന്നുകൊണ്ടാണ് ഞങ്ങളുടെ ഈ സ്ഥലം മാറ്റപ്പെടുവാനിടയായി തീർന്നത്. സത്യം പറയാട്ടോ, നമ്മുടെ സുവിശേഷ വേലക്കാർ എവിടെ കടന്നു പോയാലും നമ്മളിലൂടെ ആ ദേശം അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീരും.
ദേശം മാറും. ആമേൻ, ഹല്ലേലൂയ. ദേശം മാറണമെങ്കിൽ സുവിശേഷം എത്തണം പ്രിയപ്പെട്ടവരെ. ഈ സുവിശേഷത്തിന്റെ ശക്തി നാം ഉദ്ദേശിക്കുന്ന പോലെ നരഭോജികളെ മനുഷ്യ സ്നേഹികളാക്കാൻ കഴിവുള്ളതാണ് ഈ സുവിശേഷമെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഗ്രാമത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഈ സുവിശേഷം ചെന്നാൽ അതിനൊരു മാറ്റം അവിടെ നടക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ അവിടെ പ്രവർത്തിക്കുവാനും അവിടെ നല്ലൊരു സഭ ഉണ്ടാകുവാനും കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് പട്നയിലേക്ക് കടന്നു വന്നു. പട്നയിൽ കടന്നു വന്ന് പട്നയിൽ 15 വർഷം പട്നയിൽ താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. അവിടെയും അനേക സഭകൾ തുടങ്ങുവാനും പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങുവാനും കർത്താവ് സഹായിച്ചു. അങ്ങനെ ആ ദേശത്തിൽ അവിടെ പട്നയിൽ അനേക സ്ഥലങ്ങളിൽ പുതിയ പുതിയ ചർച്ചകൾ തുടങ്ങുവാൻ കർത്താവ് കൃപകളെ നൽകി. അങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ചർച്ചകൾ ഇന്ന് പട്ടണയിൽ പല സ്ഥലങ്ങളിലും ഉണ്ടാകുവാൻ കർത്താവ് സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ മധ്യത്തിലെല്ലാം വളരെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നേരിട്ടെങ്കിലും കർത്താവ് എല്ലാത്തിനും നീക്കുപോക്കുകൾ നൽകി തന്നു. പലയിടങ്ങളിലും ആമേൻ കൺവെൻഷൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ഉപദ്രവം നേരിട്ടിട്ടുണ്ട്. ഓടി വന്ന് അടിക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് കടന്നു വന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആമേൻ. ഒരു ദിവസം ഫിലിം ഷോ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പറഞ്ഞു ഇന്ന് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ദൈവാത്മാവ് ബോധ്യപ്പെടുത്തി. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു ഇന്ന് ഞാനല്ല പോകുന്നത്, വേറെ ആരെങ്കിലും ആയിരിക്കും പോകുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു. എന്നാൽ വൈകുന്നേരമായപ്പോൾ അദ്ദേഹം പോകാൻ വേണ്ടിയിരുന്ന അദ്ദേഹം പറഞ്ഞു ഇന്ന് എന്നോട് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കർത്താവേ, ഞാൻ വേറെ ആരോ പോകുന്നത് അതുകൊണ്ട് സാരമില്ല എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ അന്ന് വൈകുന്നേരത്തെ നറുക്ക് എനിക്കാ വീണത്. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവ് ഏത് തടസ്സമായാലും മാറണമേ. ഞാൻ അക്ഷരാർത്ഥത്തിൽ കണ്ടത് 2 പേര് ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ വന്നിട്ട് എന്നെ അടിക്കുന്ന കാര്യം ഞാൻ കാണുന്നത്. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു കടന്നുപോയി. അവിടെ കടന്നു ചെന്ന് ഫിലിം ഷോ നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആമേൻ 2 വ്യക്തികൾ കടന്നു വന്നിട്ട് പറഞ്ഞു നിർത്താൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നിർത്താതെ പ്രസംഗിച്ചു. വീണ്ടും ഓടി വന്ന് അടുത്തേക്ക് കടന്നു വന്നു. ആ ഷട്ടിൽ കടന്നു പിടിച്ചു, പക്ഷേ അടിച്ചില്ല. അപ്പോഴേക്ക് അവിടെ ആളുകൾ ഇടപെട്ടിട്ട് പറഞ്ഞു നിർത്തിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ നിർത്തുവാൻ അങ്ങനെ പറഞ്ഞു. അതുപോലെ പല പ്രതിസന്ധികളും നേരിടുവാൻ കർത്താവ് കൃപകളെ നൽകി. എന്നാൽ അതിന്റെ മധ്യത്തിലെല്ലാം ദൈവം അവിടെ നിർത്തി. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനാണ്, ദൈവം വലിയവനാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞങ്ങൾ അവിടെ 15 വർഷം അവിടെ പ്രവർത്തിച്ചതിന് ശേഷം പല സ്ഥലങ്ങളിലും ആമേൻ കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. അതിനുശേഷം ഞങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു പോകാനിടയായി തീർന്നു. ആമേൻ. ഇപ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഔറംഗാബാദ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കല്ലുകൊണ്ട് ഒരു മെന്റൽ പ്രോബ്ലം ഉള്ള ഒരു മനുഷ്യൻ വന്ന് എന്നെ ഇടിക്കുകയും വളരെ പ്രയാസപ്പെട്ടു. അങ്ങനെ കേരളത്തിൽ വന്ന് എനിക്ക് നടക്കാൻ വയ്യാതെയായി. അങ്ങനെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഞാൻ അങ്ങനെ ചില മാസങ്ങൾ തിരുമ്മി അവിടെ കേരളത്തിൽ വന്ന് തൃശ്ശൂർ വന്ന് തിരുമ്മി കിടക്കുവാനിടയായി തീർന്നു. അങ്ങനെ വളരെ പ്രതികൂലങ്ങളൊക്കെ നേരിട്ടുണ്ടെങ്കിലും കർത്താവ് എല്ലാറ്റിനും ഒരു വിടുതൽ ദൈവം നൽകി. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നാം പോകാൻ തയ്യാറായ ദൈവം കാര്യങ്ങളെല്ലാം നടത്തും. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നാം ഇറങ്ങിയ ദൈവം നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കും. ദൈവം കാര്യങ്ങളെല്ലാം നോക്കും. ഒന്നിനും കുറവില്ലാതെ എല്ലാ കാര്യത്തിനും ദൈവം വിശ്വസ്തനാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവം വിശ്വസ്തനാണെന്ന്? ആമേൻ. ദൈവം വിശ്വസ്തനാ. നാം സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിയാൽ ദൈവം പറഞ്ഞിട്ടുണ്ട് ലോകാവസാനത്തോളം നിന്നോട് കൂടെ ഇരിക്കാമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇത് മറ്റുള്ള എല്ലാവരോടും പറഞ്ഞ വാഗ്ദത്തമല്ല. സുവിശേഷത്തിന് വേണ്ടി പോകുവാൻ സന്നദ്ധരായവരോട് യേശു ക്രിസ്തു പറഞ്ഞതാണ്, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കും. ആമേൻ. അതുകൊണ്ട് നാം പോകുവാൻ സന്നദ്ധരായാൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. ഒന്നിനും കുറവില്ലാതെ എല്ലാ ശ്രേഷ്ഠകരമായി ദൈവം നമ്മെ നടത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനമെടുത്തു ആരോടൊന്നും ചോദിക്കത്തില്ലെന്ന്. എൻ്റെ കുടുംബത്തിൽ ഒറ്റയ്ക്കായിരുന്നല്ല ഞാൻ വന്നത്. അങ്ങനെ സാമ്പത്തികമായി വളരെ പ്രതിസന്ധി നേരിട്ടപ്പോഴും എൻ്റെ ദൈവം വിശ്വസ്തയോടെ ആമേൻ കർത്താവ് എന്നെ വഴി നടത്തി. ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ കർത്താവ് കൃപ നൽകി. 5 പൈസ പോലും ഇല്ലാതിരുന്നു. കോളേജിൽ പൈസ കൊടുക്കണമായിരുന്നു, എന്നാൽ ഞാൻ കൊടുക്കുവാൻ ഇട വന്നിട്ടില്ല. എനിക്ക് കോളേജിലെ മാനേജർ പൈസ ഇങ്ങോട്ട് തരുവാനിടയായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എല്ലാം
ദൈവം നടത്തി. ഒരു ദിവസം പ്രാക്ടിക്കൽ മിനിസ്ട്രിക്ക് വേണ്ടി കടന്നുപോയപ്പോൾ എനിക്കൊരു ചെരുപ്പ്, ഞാൻ ട്രാക്ട് വിതരണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയി. ചെരുപ്പ് പൊട്ടിപ്പോയപ്പോൾ ഈ കോളേജ് പിള്ളേരുടെ ഇടയിലാവുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. വളരെ ദുഃഖം തോന്നി, സങ്കടം തോന്നി. കാരണം ഞാനും ചെറുപ്പക്കാരനായിരുന്നല്ലോ. അപ്പോൾ ഈ കോളേജ് പിള്ളേരെല്ലാം എന്നെ നോക്കി ചിരിക്കുക. ഞാൻ ചെരുപ്പ് ഇങ്ങനെ ഉരച്ചൊരച്ച് കൊണ്ടുപോവുകയായിരുന്നു, കാരണം വാറ് പൊട്ടിപ്പോയത് കൊണ്ട്. അപ്പോൾ ഞാൻ എന്നിട്ട് ഒരു ഇതുപോലെ ഒരു കൂടെ എന്ന് പറഞ്ഞ ഒരു പെട്ടി, വേസ്റ്റ് ഇടുന്ന ഒരു ബോക്സിൽ ഞാൻ കടന്നു ചെന്നിട്ട് അതിന് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു നൂൽക്കമ്പി കിട്ടി. ആ നൂൽക്കമ്പി കൊണ്ട് അവിടെ ഇരുന്ന് എൻ്റെ ചെരുപ്പ് തുന്നിക്കെട്ടിക്കുന്നപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണു. ഞാൻ കർത്താവിനോട് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവെ, നിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ ഈ ജമ്മുവിൽ നീ അയച്ചു, എന്നാൽ എനിക്കൊരു ചെരുപ്പില്ല കർത്താവേ എന്ന് ഞാൻ കർത്താവിനോട് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു. കാരണം നാണക്കേട് കൊണ്ട് അങ്ങനെ പറഞ്ഞത്. ആമേൻ. എന്നാൽ എൻ്റെ കർത്താവ് ആ പ്രാർത്ഥന കേട്ടു. ഹല്ലേലൂയ. അന്ന് രാത്രി ഞാൻ താമസിക്കുന്ന വീട്ടിൽ വന്നപ്പോൾ ആ വീട്ടിലുള്ള പാസ്റ്റർക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. ആമേൻ. കോയമ്പത്തൂരിൽ നിന്ന് ഒരു സമ്പത്ത് കുമാർ എന്ന് പറയുന്ന ദൈവദാസൻ ഫോൺ ചെയ്ത് പറയുകയാണ്, ഇന്ന് രാത്രി ഞാൻ ഫ്ലൈറ്റിൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്നു. അദ്ദേഹം ഞാൻ ആരും പരിചയമില്ല, എന്നെ സ്വീകരിച്ച ഞാൻ താമസിക്കുന്ന വീട്ടിലെ പാസ്റ്റർക്കും പരിചയമില്ല. അദ്ദേഹം അവിടെ കടന്നു വന്നിട്ട് അന്ന് രാത്രിയാണ് കടന്നു വന്നത്. അദ്ദേഹം ഞങ്ങൾ 2 റൂമിലുണ്ടായിരുന്നുള്ളൂ. ഒരു റൂമിൽ കിച്ചണും ഞങ്ങളും കിടക്കുന്നു, ഒറ്റ റൂമിൽ ഗസ്റ്റ് വന്ന പാസ്റ്ററേയും കിടത്തി, ആ ഡോക്ടറെയും കിടത്തി. നേരം വെളുത്തപ്പോഴേ ആ ഡോക്ടർ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഞങ്ങളുടെ റൂമിൽ വന്നിട്ട് പറയുകയാണ്, സഹോദര, എനിക്കൊന്ന് ടൗണിലൊന്ന് പോകണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ വരാമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ ടൗണിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നല്ലൊരു ചെരുപ്പ് കടയിൽ കയറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ നല്ലൊരു ചെരുപ്പ് കട കാണിച്ചു കൊടുത്തു. നല്ലൊരു ചെരുപ്പ് കട കാണിച്ചു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ചെരുപ്പ് കടയിലൂടെ നല്ലൊരു ചെരുപ്പ് നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ചിന്തിച്ചു, ഇദ്ദേഹം വലിയ മനുഷ്യനല്ലേ, ഇദ്ദേഹത്തിന് നല്ല ചെരുപ്പ് ആവശ്യമായിരിക്കുമെന്ന് കരുതി ഞാൻ നല്ലൊരു ചെരുപ്പ് അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് കാണിച്ചു കൊടുത്ത് അന്ന് ആ ചെരുപ്പിന് എനിക്ക് 300 സംതിങ് രൂപയായിരുന്നു ആ ചെരുപ്പിന്. അദ്ദേഹം പറഞ്ഞു, സാറേ, ഇത്രയും പൈസയുണ്ട്, ഈ ചെരുപ്പ് നല്ലതാണോ നോക്കാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ഇട്ട് നോക്കണം മോനെ. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട സാറേ ചെരുപ്പ്. അല്ലല്ല, നിനക്ക് വേണ്ടിയാണ് ഞാനിവിടെ വന്നേ. പറഞ്ഞു, സാറേ, എനിക്ക് ചെരുപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞു, മോനെ, കഴിഞ്ഞ രാത്രി ദൈവം എന്നോട് ഇടപെട്ടു, തൊട്ടടുത്ത് കിടക്കുന്ന റൂമിൽ കിടക്കുന്ന ഈ സഹോദരന് ചെരുപ്പില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. ഇദ്ദേഹത്തിനൊരു ചെരുപ്പ് വാങ്ങിച്ച് കൊടുക്കണമെന്ന് ദൈവം എന്നോട് ഇടപെട്ടു കഴിഞ്ഞ രാത്രി. അതുകൊണ്ടാണ് ഞാൻ ചെരുപ്പ് വാങ്ങിക്കുവാനാ കടന്നു വന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു താല്പര്യം, നാം കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ ആമി ഒരു ചെരുപ്പിന് പോലും ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ. ആമി ഒരു ചെരുപ്പിന് പോലും ദൈവം വിശ്വസ്തനാണ്. ഒരു ഷേവിംഗ് ക്രീം ഇല്ലാതെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച് താഴത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട്, എൻ്റെ അടുത്തേക്ക് കൂട്ടുകാരൻ്റെ വാതിലിന്റെ അരികത്തൂടെ കടന്നു പോയപ്പോ കൂട്ടുകാരൻ എന്നെ വിളിച്ചു, ബൈജു നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അയ്യോ, ഞാൻ ഈ ഒരു ഷേവിംഗ് ക്രീം കയ്യിൽ വെച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തിനാ ഷേവിംഗ് ക്രീം? അപ്പോൾ പറഞ്ഞു, ഞാൻ ഇന്ന് മാർക്കറ്റിൽ പോയതായിരുന്നു. അവിടെ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സ് പറയുകയാണ്, എൻ്റെ ഷേവിംഗ് ക്രീം കഴിഞ്ഞു പോയി എന്ന് എനിക്ക് തോന്നൽ വന്നു. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഒരു ഷേവിംഗ് ക്രീം മേടിച്ചുകൊണ്ട് വന്നു. വീട്ടിൽ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ഷേവിംഗ് ക്രീം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു, ഇത് ബൈജുവിന് കൊടുത്തേക്കാമെന്ന് ചിന്തിച്ച്, നീ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ മോള്, താഴത്തേക്ക് വന്നപ്പോൾ നിനക്ക് തരുവാണെന്നും പറഞ്ഞ് അദ്ദേഹം ഷേവിംഗ് ക്രീം എനിക്ക് തന്നു. ഹല്ലേലൂയ. ഒരു ഷേവിംഗ് ക്രീമിന് പോലും ദൈവം എങ്ങനെയുണ്ട്? വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ആമേൻ. നാം ഭാരപ്പെടേണ്ടെന്നേ പാസ്റ്റർ പറഞ്ഞ പോലെ നമ്മൾ ഭക്ഷണത്തിന് മുന്നിൽ ഇരിക്കുമ്പോൾ ചിന്തിക്കുക, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെറുവിരലത് അനക്കിയിട്ടുണ്ടെങ്കിൽ ദൈവം അതിന് പ്രതിഫലം തരാതിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം പ്രിയപ്പെട്ട പറഞ്ഞ എന്തെല്ലാം നന്മകളാണ് ദൈവത്തിൽ നാം അനുഭവിച്ചത്. ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിക്കണം. ദൈവം തന്ന നന്മകളെ ഓർത്ത് ഒരു ചെറുവിനെങ്കിലും നമ്മൾ അനക്കിയിട്ടുണ്ടെങ്കിൽ ദൈവം ആർക്കും കടക്കാരനല്ല. അവന് വേണ്ടതിടത്തോളം എല്ലാം അവൻ ചെയ്ത് തരാമെന്ന് അവൻ വാക്ക് നൽകിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നെങ്കിൽ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട് എന്റെ കുടുംബം എന്താകും, അല്ല എങ്കിൽ എങ്ങനെ എന്റെ ഭവിഷ്യമായി തീരുമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം, എനിക്ക് ഷേവിംഗ് ക്രീം തന്ന ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ദിവസം എന്റെ വൈഫ് എന്നോട് പറഞ്ഞു, ഇറങ്ങാൻ നേരത്ത് വീട്ടിൽ നിന്ന് പറഞ്ഞു, പച്ചക്കറി മേടിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ പൈസ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ 100 രൂപ എന്റെ കയ്യിൽ കൊണ്ടു തന്നിട്ട് പറഞ്ഞു, ഈ 100 രൂപയ്ക്ക് പച്ചക്കറി തിരിച്ചു വരുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാനൊന്ന് പോയത് ഒരു പ്രാർത്ഥനയ്ക്കായിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് പോയി. പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പോൾ സ്തോത്രകാഴ്ച വന്നു. സ്തോത്രകാഴ്ചയുടെ പെട്ടി ഈ സഞ്ചി അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സൊന്ന് പിടിച്ചു. സ്തോത്രകാഴ്ച എടുക്കാൻ പൈസ ഇല്ലല്ലോ, ആകെ കൂടി ഉള്ള പൈസ 100 രൂപയാണല്ലോ എന്ന് ചിന്തിച്ചു. അപ്പോൾ ദൈവാത്മാ പറഞ്ഞു, ദൈവത്തിന് കൊടുത്താൽ കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ ഒന്ന് ചിന്തിച്ചു, ഇടണോ. ഈ അവസാനം ഞാൻ രണ്ടും കൽപ്പിച്ച 100 രൂപ അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് വീട്ടിൽ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ വൈഫ് അനു ചോദിച്ചു, പച്ചക്കറി കൊണ്ടുവന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പച്ചക്കറി വൈകുന്നേരം കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല സ്തോത്രകാഴ്ച ഇട്ടുവെന്ന് ഞാൻ പറഞ്ഞില്ല. സഹോദരിമാരാണല്ലോ, ചിലപ്പോൾ ഒരു ശോഭത്തിന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലോ എന്ന് കരുതി ഞാൻ മിണ്ടാൻ പോയില്ല. ഞാൻ പറഞ്ഞു, വൈകുന്നേരം പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വരാം. മനസ്സിൽ പറഞ്ഞു, എവിടെന്ന വൈകുന്നേരം പൈസ കിട്ടുന്നേ? എന്നാലും വേണ്ടില്ല, പറഞ്ഞു. അന്ന് ഒരു 3 മണിയായപ്പോൾ ഒറീസയിലുള്ള ഒരു ദൈവദാസൻ എന്നെ ഒരു സഹോദരൻ ഞങ്ങളുടെ ചർച്ചിൽ കൂടുന്നതാ, അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ എന്റെ വീട്ടിലേക്ക് ഒന്ന് വരണം, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വന്ന് അദ്ദേഹം പോകാൻ നേരത്തെ ഒരു കവർ എന്റെ കയ്യിലേക്ക് തന്നു. ഞാനത് പോക്കറ്റിലേക്ക് ഇട്ടു. പച്ചക്കറി മാർക്കറ്റിലൂടെ കടന്നുപോയപ്പോൾ പെട്ടെന്ന് ചിന്ത വന്നു, പച്ചക്കറി മേടിക്കണമല്ലോ. ഞാൻ ആ കവറ് തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ 1000 രൂപ അതിൽ കിട്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ 100 രൂപയാ സ്തോത്രകാഴ്ചിട്ടതെങ്കിലും ദൈവം എനിക്ക് തന്നത് 1000 രൂപയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ ദൈവം എങ്ങനെയാ? വിശ്വസ്തനാണ്. പ്രിയമുള്ളവരെ, ദൈവം വിശ്വസ്തനാ. ഞാനൊരു വീട് പണിതു. നിങ്ങൾക്ക് അതിശയമായി തോന്നാം, 5 പൈസ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പഴയ വീട്ടിലാണ് താമസിച്ചത്. വീട്ടിലാരും താമസിക്കാനില്ലാത്തത് കൊണ്ട് ഓടെല്ലാം തേങ്ങയെല്ലാം വീണ് എല്ലാം ഓടെല്ലാം പോയി. 5 പൈസ ഇല്ല. ഞങ്ങളുടെ സഹോദരന്മാരെല്ലാം 3 പേര് ശുശ്രൂഷകരാണ്. മൂത്ത ജ്യേഷ്ഠം വേറെയാണ്. അപ്പച്ചനും അമ്മച്ചി മാത്രമാണ്. എൻ്റെ അപ്പയും അമ്മയും മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. വീടെല്ലാം പോയി കിടക്കുകയാണ്. വീട് പണിയാൻ പൈസ ഇല്ല. ഞാൻ അങ്ങനെ കർത്താവിനോട് എഴുതി വെച്ചു പ്രാർത്ഥിച്ച വിഷയമുണ്ട്, എനിക്കൊരു വീട് വേണമെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വീട് വേണമെന്ന് എഴുതി വെച്ചു പ്രാർത്ഥിച്ചു. എന്നാൽ ആ വർഷം ഒരു കാര്യം പറയട്ടെ, ഒരു സ്നേഹിതൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വീട് വെക്കാനുള്ള സൗകര്യം ഒരു 6 ലക്ഷം രൂപ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു. ചോദിച്ചിട്ടല്ല, ദൈവം ഇങ്ങോട്ട് പറഞ്ഞതാ, വീട് വെക്കാമെന്ന് തരണമെന്ന്. 6 ലക്ഷം രൂപ എന്ത് വീട് വെക്കാൻ കഴിയും? ഒരു കാര്യം അസാരമാക്കേണ്ട, ദൈവം എന്നോട് ഇടപെട്ടു. ആമേൻ. ദൈവത്തെ ചെറുതാക്കി കാണാൻ പാടില്ല. ആമേൻ. സങ്കീർത്തനം 78-ാം സങ്കീർത്തനത്തില പറയുന്നത്, ഇസ്രായേൽ ജനം ദൈവത്തെ എന്ത് കണ്ടു? അവർ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേൽ ജനം യഹോവയെ മുഷിപ്പിച്ചു എന്ന് കാണുന്നു. എന്നാൽ ഇംഗ്ലീഷിൽ പറയുന്നത് അവർ ദൈവത്തെ ലിമിറ്റ് ചെയ്തു എന്ന കാണുന്നത്. ദൈവത്തെ ലിമിറ്റ് ചെയ്തു, അതുകൊണ്ടാണ് അവർ പട്ടുപോയത്. അപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ദൈവത്തെ ലിമിറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞു. ആ വചനം എന്നോട് ഇടപെട്ടു. ഞാൻ സ്തോത്രം ചെയ്തു. എൻ്റെ വീട് പണികൾ കഴിഞ്ഞു. 20 ലക്ഷത്തോളം രൂപ എനിക്ക് എങ്ങനെയോ എവിടെന്നോ ആരോടും ചോദിച്ചിട്ടില്ല. ദൈവം നടത്തി. ഹല്ലേലൂയ. ദൈവം നടത്തി. എല്ലാം ദൈവം വിശ്വസ്തനാണെന്ന് നാം ഇറങ്ങിയാൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധരാ. ഇന്ന് പലരും ചിന്തിക്കുന്നത്, ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ സംഭവിക്കും, എൻ്റെ കുടുംബത്തിന്റെ പ്രാരാബ്ദം എങ്ങനെയായി തീരും, കുടുംബത്തിന്റെ പരിസ്ഥിതികൾ എങ്ങനെയായി തീരും എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നാം ഇറങ്ങുവാൻ സന്നദ്ധരായാൽ നമ്മെ പോറ്റി പുലർത്തുന്ന ഒരു ദൈവമുണ്ട്. ഏലിയാവിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നവനാണ്. ഹല്ലേലൂയ. അങ്ങനെയാണ് ഞാൻ ഔറംഗാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് കടന്നുവാനിടയായി വന്നത്. ഔറംഗാബാദ് കടന്നു ചെന്ന് പുതിയ സ്ഥലമായിരുന്നു. അവിടെ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ചർച്ച അങ്ങനെ ഇല്ലായിരുന്നു. 10-12 വിശ്വാസികൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സഭയിൽ അവിടെ കടന്നു ചെന്നത്. അപ്പോൾ ഈ സ്ഥലം വലിയൊരു ഹോളാണ്. ഞാൻ അവിടെ കടന്നപ്പോൾ ദുഃഖം തോന്നി, കർത്താവേ, ഇത്ര ഹോള് കാലിയായിട്ട് കിടക്കുന്നു, എങ്ങനെ? ഞാൻ അനുവിനോട് പറഞ്ഞു, അനു എല്ലാം മൊത്തത്തിൽ അങ്ങ് ഡെരി വിരിച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ മൊത്തത്തിൽ ഇത് മൊത്തം അങ്ങനെ ഡെരി വിരിക്കും. ഇതുപോലെയുള്ള പായ അങ്ങ് വിരിച്ചു. ആകെ കൂടി കടന്നു വരുന്നത് 8-9 പേരേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു, മൊത്തം അങ്ങ് വിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് രാത്രി പോയിരുന്നിട്ട് ചുറ്റും ഞാൻ തലേ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആരാ തലേ കൈവച്ചാ പ്രാർത്ഥിക്കുന്നത്? ആരുമില്ല. ഞാനിങ്ങനെ മനസ്സിൽ കാണുകയാണ്, ഈ കോണിൽ മുതൽ തലേ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങും. അങ്ങനെ പ്രാർത്ഥിച്ച് അന്യഭാഷ പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആമേൻ. 2 വർഷമായി തുടങ്ങുന്നതിന് മുന്നമേ തന്നെ ഇന്ന് സഭ നിറച്ച ആളുകൾ കടന്നു വരുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്.
ആമേൻ. നാം പ്രാർത്ഥിക്കാൻ സന്നദ്ധരായാൽ ദൈവം കാര്യങ്ങളെ ചെയ്തുകൊള്ളും. ഹല്ലേലൂയ. ആമേൻ. ഒഴിഞ്ഞ ചെയറുകൾ ഉണ്ടെങ്കിൽ അവിടെ കടന്നു എന്ന് പറയണം, യേശുവിന്റെ നാമത്തിൽ ഇവൾ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശുവിന്റെ നാമത്തിൽ ഇവൻ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങനെ വിശ്വാസത്തോടെ ഒന്ന് പറഞ്ഞാൽ ആമേൻ, സഭ വളരുമെന്നേ. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ പറയാൻ സന്നദ്ധരായിരിക്കണം. അങ്ങനെ ഇന്ന സന്ദർഭത്തിലാണ് ആമേൻ, വളരെ പ്രതികൂലങ്ങളുള്ള ഒരു സ്ഥലമാണ് ഔറംഗാബാദ് എന്ന് പറഞ്ഞ ജില്ല. ഏറ്റവും കൂടുതൽ ക്ഷത്രിയന്മാര് താമസിക്കുന്ന സ്ഥലമാണ്, ഉയർന്ന ജാതിക്കാർ. അവരാണ് സുവിശേഷ വിരോധികൾ ഏറ്റവും കൂടുതൽ. അപ്പോൾ അവര് താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഞങ്ങളുടെ ശുശ്രൂഷകരെല്ലാം ഒരു ദിവസം അടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടാക്കി. അങ്ങനെ ഒത്തിരി വിഷയങ്ങൾ നടന്ന സ്ഥലമാണ്. എത്രയോ പാസ്റ്റർമാരുണ്ടോ എല്ലാവരെയും അവിടെ അടിച്ചിട്ടുണ്ട്. ജംസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ വലിയ സംഘടനയാണ്. അവർ നടത്തിയ സുവിശേഷ ഇതുപോലും അവിടെ അടിച്ച് തരിപ്പണമാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്താണ് കടന്നുപോയത്. പേടി ഉണ്ടായിരുന്നെങ്കിലോ കർത്താവ് നടത്തുമെന്നുള്ള ചിന്തയിൽ അവിടെ കടന്നിരുന്നു. എന്നാൽ ഇന്നവരെയും വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു പ്രാവശ്യം ഒരു ചെറുക്കൻ കടന്നു വന്നിട്ട് ഞങ്ങളുടെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ഉണ്ടായിരുന്നില്ല. കടന്നു വന്നിട്ട് ബൈബിളൊക്കെ എടുത്തുകൊണ്ട് പോയി, ഒരുത്തിനെ പിടിച്ചുകൊണ്ട് പോയി, വിഷയങ്ങളൊക്കെ ഉണ്ടായി. എന്നാൽ ദൈവകൃപയാൽ ദൈവം അങ്ങനെ എല്ലാം സുരക്ഷിതമാക്കി വെച്ചിരിക്കുകയാണ്. ആ സമയത്താണ് പാസ്റ്ററൊക്കെ അവിടെ കടന്നു വന്നത്. ഞങ്ങളൊരു ഗ്രാമത്തിൽ ഞങ്ങൾ കടന്നുപോയി. പാസ്റ്ററെ കൊണ്ട് ഒരു വീട്ടില് ഒരു വീട്ടു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ് കടന്നുപോയത്. ആ വീട്ടു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു ചെന്നപ്പോൾ അവിടെ ഞങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുക. ഞങ്ങൾ ആരാധന പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. നല്ല ശക്തമായ ശുശ്രൂഷയായിരുന്നു ആ വീട്ടിൽ നടന്നത്. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് എല്ലാം നടന്ന് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ ആളുകൾ ഇങ്ങനെ കൂടിയിരിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിൽ മനസ്സിലായി എന്തോ സംതിങ് പ്രോബ്ലം ഉണ്ടല്ലോ. അപ്പോൾ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിന്റെ മുറ്റത്താണ് ഞങ്ങൾ വണ്ടി ഇട്ടിരുന്നത്. അപ്പോൾ ഇവര് കടന്നു വന്നിട്ട് ഒരു അജാന ബാഹുവായ മനുഷ്യർ 2-3 പേരുണ്ട്. പിന്നെ കുറെ ആളുകളും ഉണ്ട്. അവര് കടന്നു വന്നിട്ട് ഞങ്ങളോട് പറയുകയാണ്, നിങ്ങൾ മതപരിവർത്തനം നടത്തുന്നവരാണ്, നിങ്ങൾ എന്തിനിവിടെ കടന്നു വന്നു എന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ ഒത്തിരി ഭീഷണിപ്പെടുത്തി. അങ്ങനെ പറഞ്ഞു, ജയ് ശ്രീരാം വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ജയ് ശ്രീരാം വിളിക്കുന്ന. ഞാൻ പറഞ്ഞു, ജയ് ശ്രീരാം എങ്ങനെ വിളിക്കും? നിങ്ങളുടെ വിശ്വാസം വേറെയാണ്, എൻ്റെ വിശ്വാസം വേറെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അല്ലല്ല, നിങ്ങൾ ഇങ്ങനെ മതപരിവർത്തനം നടത്തുന്നവരാ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ആളുകൾ ഇങ്ങനെ അവരെങ്ങളെ വിടുന്നില്ല. അപ്പൊ കുറിയിടണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ വിഷയങ്ങളും ഉണ്ടായി. ഒത്തിരി ഭാരപ്പെട്ടു, പ്രയാസപ്പെട്ടു. അപ്പോൾ ഏത് നിമിഷവും എന്തും സംഭവിക്കാം. കാരണം 10-100 പേരവിടെ കൂടി, ആളുകളെല്ലാം ഇങ്ങനെ എതിരായിട്ട് നിൽക്കുകയാണ്. ആമേൻ. അങ്ങനെ ആ സന്ദർഭത്തിൽ അനു എന്നോട് പറഞ്ഞു, വൈഫ് പറഞ്ഞു, മിണ്ടണ്ട ഒന്ന്, അവരെന്ത് പറഞ്ഞോട്ടെ, ഒന്ന് മിണ്ടണ്ട എന്ന് പറഞ്ഞ്. അങ്ങനെ മനസ്സടക്കി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി നമ്മുടെ പാസ്റ്ററും ഉണ്ടല്ലോ. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു, കർത്താവ് അടി കിട്ടുവാണെങ്കിൽ ഈ ജോളി പാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു പാസ്റ്ററുണ്ട്, ഈ പാസ്റ്ററുണ്ട്, നമ്മുടെ വർഗീസ് പാസ്റ്ററുണ്ട്, അവർക്കും കൂടി അടി കിട്ടുമല്ലോ എന്നുള്ള പേടി എന്റെ മനസ്സിൽ. അവരിങ്ങനെ ഗസ്റ്റായിട്ട് വന്നതാണല്ലോ എന്ന് ചിന്തിച്ചു. പ്രിയപ്പെട്ടവരെ, അന്ന് ബാഷാൻ ബൈബിളിൽ പറഞ്ഞതുപോലെ അവർ ഞങ്ങളെ വളഞ്ഞു. അവരെ ഞങ്ങളുടെ വണ്ടിയുടെ 4 വീലിന്റെയും എയറെല്ലാം ഹവയെല്ലാം അഴിച്ചുവിട്ടു. എയറെല്ലാം അഴിച്ചുവിട്ടു. എന്നിട്ട് അവര് ഞങ്ങളോട് പറഞ്ഞു, വണ്ടി എടുത്ത് പൊക്കോളാൻ പറഞ്ഞു. വണ്ടി പോകാൻ പറ്റണ്ടേ? അങ്ങനെ വളരെ പ്രയാസപ്പെട്ടു. അപ്പോൾ ഞാൻ വേറെ ആൾ ഇടപെട്ട് പോലീസിനെ ഫോൺ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ പോലീസിലേക്ക് ഇവരെ അറിയിച്ചു. പോലീസ് വന്നൊന്നുമില്ല. അങ്ങനെ ദൈവകൃപയാൽ ഞങ്ങള് ഒരു വിധത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ, അങ്ങനെ ആളുകൾ കൂടിക്കഴിഞ്ഞാൽ ഇവർ ആദ്യം ചെയ്യുന്നത് ഉപദ്രവിച്ചിട്ട് നമ്മളെ വിടുകയാണ്, പോലീസിൽ ഏൽപ്പിക്കുകയാണ് പതിവ്. പോലീസിൽ ഏൽപ്പിക്കും. ഞങ്ങള് ഒരു ഓൾ നൈറ്റ് പ്രയർ വീട്ടിൽ നടന്നപ്പോൾ ഞങ്ങളുടെ സഹോദരന്മാരെ ഒരു രാത്രി മുഴുവൻ അവർ തടഞ്ഞു നിർത്തിയതാണ്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവേ, വിഷയങ്ങൾ ഉണ്ടാകരുത്. പാസ്റ്റർ ഈ പാസ്റ്ററൊക്കെ വളരെ അങ്ങനെയുള്ള പ്രതികൂലത്തിന്റെ മധ്യത്തിലും അവിടെ കടന്നു വന്ന് കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തിക്കായി, ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വിധത്തില് ആ വണ്ടിയുമായിട്ട് ഞങ്ങൾ 6 കിലോമീറ്റർ ആ പഞ്ചറായ വണ്ടി തള്ളി ഞങ്ങൾ അങ്ങനെ അവിടെ ചെന്നു. അവിടെ ചെന്ന് ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ പോലീസ് അവിടെ എത്തി. പോലീസ് എത്തി കഴിഞ്ഞപ്പോൾ പോലീസുകാർ പറഞ്ഞെന്തെന്നറിയാമോ? നിങ്ങൾ അവരെ വെറുതെ വിട്ടോ, അവർക്ക് 2 അടി കൊടുത്തിട്ട് വിടാൻ മേലാവുന്നു നാട്ടുകാരോട് പോലീസ് പറഞ്ഞു. അപ്പോൾ പോലീസുകാരും അവരുടെ കൈയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ടെങ്കിലും എല്ലാം ദൈവം നടത്തും. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ നടത്തുന്നതാണ്. ആകയാൽ പ്രിയ
പ്രിയമുള്ളവരെ, ആമേൻ, നമ്മളെ ദൈവം ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? മറ്റുള്ളവർക്ക് കൂടി ഈ സുവിശേഷത്തിന്റെ മാറ്റൊലി നമ്മൾ മറ്റുള്ളവരെ കേൾപ്പിക്കണം. ആമേൻ. സുവിശേഷത്തിലൂടെ മറ്റുള്ളവരെ നമ്മൾ ഉത്സാഹിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയാം. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ആരെയും ദൈവം വൃഥാവായിട്ട് വിളിച്ചിട്ടില്ല. ഹല്ലേലൂയ. ദൈവം നമ്മെ ദൈവത്തിന്റെ പകരക്കാരനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഒരു വാക്യം മാത്രം വായിച്ചുകൊണ്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. സമയം ഒത്തിരി വൈകി. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം നമുക്കൊന്ന് വായിച്ച് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാധിപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. ആമേൻ. നമ്മൾ ആരാ? ക്രിസ്തുവിന് പകരക്കാരാ. ആരാ നമ്മള്? ക്രിസ്തുവിന് പകരക്കാരാ. ക്രിസ്തു സംസാരിക്കേണ്ടടുത്ത് ആരാ സംസാരിക്കുന്നത്? ഇന്ന് നമ്മളാ സംസാരിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മൾ ലിമിറ്റ് ചെയ്യരുത്. കനാൻ ദേശം ഉറ്റുനോക്കാൻ പോയവരെ പോലെ ഞങ്ങൾ വെട്ടുകിളിയെ പോലെ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മെ തന്നെ ലിമിറ്റ് ചെയ്യിപ്പിക്കുന്ന ആ ശത്രുവിന്റെ പദ്ധതി നമ്മുടെ മനസ്സിൽ നിന്ന് മാറിയിട്ട് നാം തന്നെ പറയണം, ഞാൻ ക്രിസ്തുവിന്റെ സ്ഥാനത്ത് ഇവിടെ വന്നിരിക്കുകയാണ്. ഈ കുമാരമംഗലത്തെ എന്റെ ക്രിസ്തുവിന് പകരക്കാരനായിട്ട് ദൈവം എന്നെ നിർത്തിയിരിക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. ക്രിസ്തുവിന് പകരക്കാരനാ. എനിക്ക് പകരം വേറൊരാളില്ല. ക്രിസ്തുവിന് പകരക്കാരനായിട്ട് ദൈവം എന്നെ നിർത്തിയിരിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ക്രിസ്തു പറഞ്ഞതുപോലെ നമുക്ക് പറയുവാനിടയായി തീരണം. ക്രിസ്തുവിന് പകരക്കാരനായി ക്രിസ്തുവിന്റെ മഹത്വത്തെ ചുമക്കുവാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, പൗലോസിനെ ജയിലിലിട്ട് കഴിഞ്ഞപ്പോൾ പൗലോസ് കാരാഗ്രഹ പ്രമാണിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്: നിനക്കൊരു ദോഷവും വരുത്തരുത്, ഞങ്ങൾ ഇവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരാഗ്രഹ പ്രമാണിയോട് എന്താ പറഞ്ഞേ? നിനക്കൊരു ദോഷവും വരുത്തരുത്, നീ ആത്മഹത്യ ചെയ്യണ്ട, ഞങ്ങൾ ഇവിടെയുണ്ട്. എത്ര പേർക്ക് തന്റേടമുണ്ട് പറയുവാൻ? ഞങ്ങൾ ഇവിടെയുണ്ട്. നശിക്കുന്നവരുടെ അടുത്ത് പറയുവാൻ തന്റേടമുണ്ടോ? ഞങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് പകരമായിട്ട് നിനക്ക് വേണ്ടി, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്നെ ദൈവം കണ്ടിരിക്കുന്നവയാണ്. നമ്മൾ ക്രിസ്തുവിന്റെ പകരക്കാരാണ്. നമ്മൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളാണ്. നാം ക്രിസ്തുവിന്റെ പക്ഷത്ത് നിൽക്കുന്നവരാണ്. എന്തെങ്കിലും ദൈവം പ്രവർത്തിക്കുന്നുവെങ്കിൽ നമ്മിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. എത്ര പേര് തയ്യാറാണ്? എന്റെ ഗ്രാമത്തിൽ ഞാൻ ക്രിസ്തുവിന് വേണ്ടി നിൽക്കും. എത്ര പേര് പറയും, ഞങ്ങൾ ഇവിടെയുണ്ട്, നിനക്കൊരു ദോഷവും വരുത്തണ്ട, നീ പ്രയാസത്തിലൂടെ കടന്നു പോകണ്ട, നീ നിരാശയിലൂടെ കടന്നു പോകണ്ട, ഞങ്ങൾ ഇവിടെയുണ്ട് എന്ന് എത്ര പേര് പറയും? എത്ര പേര് തയ്യാറാണ്? പ്രിയപ്പെട്ടവരെ, നാം പ്രാർത്ഥിച്ച് ഒതുങ്ങിത്തീരുവാനുള്ളവരല്ല. നാം ആരാധിച്ച് ഇവിടെ തന്നെ നിൽക്കേണ്ടവരല്ല. മോശയോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്: തീയിലെ മുൾപടർപ്പിന് തീ കണ്ടല്ലോ, ഇനി നിനക്കൊരു യാത്രയുണ്ട്, നിനക്ക് പോകേണ്ട ഒരു സ്ഥലമുണ്ട്, നീ കടന്നു പോകണമെന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇതെല്ലാം കണ്ട് ഇവിടെ നിൽക്കേണ്ടവരല്ല. നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. പൗലോസ് പറഞ്ഞതുപോലെ നമുക്ക് പറയണം, ഞങ്ങൾ ഇവിടെയുണ്ട്, നിനക്കൊരു ദോഷവും വരുത്തരുത്. ആമേൻ. ശത്രു അപകരിക്കുവാൻ കാരാഗ്രഹ പ്രമാണി തന്നെ നശിപ്പിക്കുവാൻ തീരുമാനമെടുത്തപ്പോൾ പൗലോസ് കടന്നു എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ ഇവിടെയുണ്ട്. എത്ര പേര് പറയും, ഞങ്ങൾ ഇവിടെയുണ്ട്? നിങ്ങൾക്ക് വിഷയങ്ങളൊന്നും ചിന്തിക്കണ്ട. നിന്റെ വിഷയത്തിന് വേണ്ടി ദൈവം എന്നെ പട്ടണത്തിലാക്കിയിരിക്കുകയാണ്. നിന്റെ പ്രശ്നത്തിന് വേണ്ടി ദൈവം എന്നെ ഇവിടെ വരുത്തിയിരിക്കുകയാണ്. ഈ കുടുംബത്തിൽ ദൈവം എന്നെ ഒരു വിളക്കാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ഉള്ളിടത്തോളം കാലം ശത്രു ആരെയും അപകരിക്കുവാൻ ഇടയാവുകയില്ല. വിശ്വസിക്കാമോ? ദാവീദ് പറഞ്ഞ ഒരു കാര്യമുണ്ട്:
ശൗലിന്റെ അടുത്ത് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞെന്നറിയാമോ? സിംഹത്തിന്റെ വായിൽ നിന്ന് ഞാൻ എൻ്റെ ആട്ടിൻകുട്ടിയെ രക്ഷിച്ചു എന്ന്. ക്രൈസ്തലോ, അപ്പന്റെ ആടുകൾ ഇന്ന് ശത്രുവിന്റെ വായിൽ പെട്ടിരിക്കുകയാണ്. എത്ര പേരാണ് നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇന്ന് നമുക്കൊരു ഉത്തരവാദിത്വമില്ലേ? ശത്രുവിന്റെ വായിൽ നിന്ന് ചിലരെ വീണ്ടെടുക്കുവാൻ, ശത്രുവിന്റെ അപകരണത്തിൽ നിന്ന്, ശത്രു അപകരിച്ചതിനെ വീണ്ടുകൊള്ളുവാൻ ഇന്ന് സന്നദ്ധരായാൽ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. മിരിയാം ഒരു കാര്യം ചെയ്തു. എന്താ ചെയ്തെന്നറിയാമോ? തന്റെ സഹോദരന് എന്ത് ഭവിക്കുമെന്ന് കാണണമെന്ന് ചിന്തിച്ച് മിരിയാം ദൂരത്ത് നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. എത്ര പേര് സന്നദ്ധരാണ് നശിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി, നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പോകുവാൻ എത്ര പേര് സന്നദ്ധരാണ്? എത്ര പേര് തീരുമാനമെടുക്കും? കർത്താവേ, എന്നെ ഈ നിത്യതയിലേക്ക് എന്നെ എത്തിച്ചുവെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ പോരാടുവാൻ സന്നദ്ധരാണ്. ക്രിസ്തുവിന് പകരക്കാരനായി അനേകരെ രക്ഷയിലേക്ക് നടത്തുവാൻ ഞാൻ സന്നദ്ധനാണ്. സുവിശേഷം കേട്ടിട്ടില്ലാത്ത ഇടങ്ങളിലേക്ക് ക്രിസ്തുവിന് പകരക്കാരനായി ഞാൻ പോകുവാൻ സന്നദ്ധനാണ്. എന്നെ ഏൽപ്പിച്ച ദൗത്യമുണ്ട്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പോകുവാൻ സന്നദ്ധരായാൽ നമ്മെ നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? ദൈവം എന്നെ പകരക്കാരനായി കണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിന്റെ സ്ഥാനത്ത് എന്നെ നിർത്തിയിരിക്കുകയാണ്. നശിക്കുന്നവർക്ക് വേണ്ടി, പാപത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി, അന്ധകാരത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി, നമ്മുടെ ഭാരതത്തിന് വേണ്ടി ദൈവം എന്നെ കണ്ടിരിക്കുന്നു. ഒരു ഉണർവിന് വേണ്ടി ദൈവം എന്നെ കണ്ടിരിക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ! ഇന്ന് തീരുമാനമെടുക്കാം. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ പോകുവാൻ സന്നദ്ധനാണ്. കർത്താവിന് വേണ്ടി ഞാൻ നിൽക്കുവാൻ സന്നദ്ധനാണ്. ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാണ്. ഈ ലോകത്തിൽ ചെയ്യുന്നതെല്ലാം നശിക്കും, എന്നാൽ ഒന്ന് മാത്രം നിലനിൽക്കും. കർത്താവിന് വേണ്ടി ചെയ്തത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നു, നമുക്ക് വേണ്ടി ചെയ്യുന്നു, എന്നാൽ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ എത്ര പേര് സന്നദ്ധരാണ്? കർത്താവിന് വേണ്ടി നിൽക്കുന്നവരെ മാത്രമേ നിത്യതയിൽ പ്രതിഫലത്തിന് യോഗ്യരായി മാറുകയുള്ളൂ. നമുക്ക് വേണ്ടി സമ്പാദിച്ചതോ, നമുക്ക് വേണ്ടി സ്വരുക്കൂട്ടിച്ചതോ, നമുക്ക് വേണ്ടി നേടിയതൊന്നും തന്നെ അവിടെ വില പോകത്തില്ല. ഒന്ന് മാത്രമേ ഉള്ളൂ. പൗലോസ് പറയുള്ളൂ, എല്ലാ സുവിശേഷ നിമിത്തം, സകലവും സുവിശേഷ നിമിത്തം, സകലവും സുവിശേഷ നിമിത്തം. എത്ര പേര് സന്നദ്ധരാണ്? കർത്താവേ, എന്റെ പ്രാർത്ഥന, കർത്താവേ, എന്റെ കൊടുക്കൽ വാങ്ങലുകള്, കർത്താവേ, എന്റെ ആത്മീയ ജീവിതം എല്ലാം സുവിശേഷത്തിന് വേണ്ടിയായി തീരട്ടെ. എന്റെ വീട് സുവിശേഷത്തിന് വേണ്ടിയായി തീരട്ടെ. എന്റെ പട്ടണം സുവിശേഷത്തിന് വേണ്ടിയായി തീരട്ടെ. ഒരു സുവിശേഷത്തിന് വേണ്ടി ഞാൻ എന്റെ ജീവിതം സമർപ്പിക്കുന്നു. എത്ര പേര് പറയും? നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തുവെങ്കിൽ, ഇന്ന് രാത്രി അവൻ പ്രസംഗിക്കുവാൻ അവൻ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നാം ഇവിടെ തന്നെ തീരേണ്ടവരല്ല, നിത്യതയിലേക്ക് വഴി കാണിച്ചു കൊടുക്കേണ്ടവരാണ്. ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഹല്ലേലൂയ വലിയ ഉന്നത പദവിയിലേക്കാണ്. ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്കാം. ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കും. ഏത് കഷ്ടതയിലും, ഏത് പ്രതികൂലത്തിലും, ഏത് പ്രതിസന്ധിയിലും നശിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പോകാൻ തന്നതാണ്. എത്ര പേര് തീരുമാനമെടുക്കും? ഞങ്ങൾ ഇവിടെയുണ്ട്, നിനക്കൊരു ദോഷവും വരുത്തരുത്. പാപത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി, രോഗത്തിൽ വലയുന്നവർക്ക് വേണ്ടി, പ്രതിസന്ധികളുടെ ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടി, ഈ പട്ടണക്കാരോട്, നമ്മുടെ ഗ്രാമവാസികളോട് എത്ര പേര് വിളിച്ചു പറയും, ഞങ്ങൾ ഇവിടെയുണ്ട്, ഞങ്ങൾ ഇവിടെയുണ്ട്. അതിനു വേണ്ടിയിട്ടല്ലേ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്? അതിനു വേണ്ടിയിട്ടല്ലേ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്? ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന ധനത്തിന് വേണ്ടിയിട്ടല്ല, എന്നാ നിത്യതയിലേക്ക് വേണ്ടി ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. നമ്മിലൂടെ അനേകര് ക്രിസ്തുവിനെ കാണട്ടെ, നമ്മിലൂടെ അനേകര് ക്രിസ്തുവിനെ അനുഭവിക്കട്ടെ. ഇന്ന് പകൽക്കാലം തീരുമാനമെടുക്കാം. നാം പ്രാർത്ഥിച്ച് ആരാധിച്ച് ഇവിടെ കൊണ്ട് തീരേണ്ടതല്ല. നമുക്ക് പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ജ്വലനം അന്യദേശങ്ങളിൽ നടക്കട്ടെ, മറ്റുള്ളവരിലേക്കൊന്ന് പകരപ്പെടട്ടെ, അന്യജാതികളിലേക്കൊന്ന് പകരട്ടെ. ഉത്തര ഭാരതം യേശുവിനെ അറിയട്ടെ. ജയിലിൽ അനേകര് കിടക്കുന്നുണ്ട്.
അവർക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബ പ്രാർത്ഥന അവർക്ക് വേണ്ടി ഒന്ന് ചെലവിടാം. അനേകര് ജയിലില് കഷ്ടത അനുഭവിക്കുന്നു, ഉപദ്രവം നേരിടുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു നിമിഷം അവർക്ക് വേണ്ടി കൊടുക്കാം. നമ്മുടെ സമ്പാദ്യത്തിന്റെ ഒരു ചെറിയ വിഹിതം സുവിശേഷ വേലയ്ക്ക് വേണ്ടി മാറ്റിവെക്കാം. ഇതല്ലേ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ പിതാവേ, സഭയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി സഭയിലൂടെ വെളിപ്പെടണമേ. ദൈവമഹത്വം വെളിപ്പെടണമേ. കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണമേ. ഈ സഭയെ വളർത്തിയതിനായി സ്തോത്രം. ഇനിയും വളരട്ടെ, ബൗണ്ടറികളെല്ലാം മാറട്ടെ പിതാവേ. ഈ സഭയിലെ കാൽമക്കൾ കൂട്ടമായി എഴുന്നേൽക്കട്ടെ. ദേശത്തിന് അനേകര് കടന്നു വരട്ടെ. അനേകം മിഷണറിമാർ ഈ സഭയിൽ നിന്ന് പുറത്തു പോകട്ടെ. അനേകം മിഷണറിമാർ ഈ സഭയിൽ നിന്ന് പുറത്തു പോകട്ടെ. സുവിശേഷ വേലക്കാർ ഈ സഭയിൽ നിന്ന് പുറത്തു പോകട്ടെ പിതാവേ. ഒരു സുവിശേഷ സഭയായി യേശുവിന്റെ നാമത്തിൽ ഈ സഭ മാറട്ടെ. ഭാരതത്തിന് ഉണർവിന് വേണ്ടി ചുക്കാൻ പിടിക്കുന്നവർ ഈ സഭയിൽ നിന്ന് പുറത്തു വരട്ടെ. പരിശുദ്ധാത്മാവേ, നീ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ജയ 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 വീരനാമേശുവിനെ ജയ 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 കാഹളമോദിടുവിൻ